നീ ഇതെവിടെ? അല്ലെങ്കിൽ തന്നെ സ്ഥിരമായിട്ടുള്ള നിന്റെ ഈ വൈകി വരുവണ്ടല്ല കമ്മറ്റിലൊക്കെ വലിയ ചർച്ചയുണ്ടാ? മാക്സിമം നോക്കി തന്നെ കായലോടും കൊണ്ട കൊടുത്ത് അവിടെ ഉള്ളതിനോട് പേശി പേശി വയല വെള്ളം വെറ്റിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ സമയം. ശശി, നീ ഇപ്പൊ സെക്രട്ടറി സ്ഥാനത്താണ് ഇരിക്കണമെന്നുള്ളത് ഓർക്കണം. ഒരു ഓർമ്മ കുറവ്. ഇതാ സുഭാഷ് വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയതിന്റെ ബാക്കിയല്ലേ ഞാനിപ്പോ കേൾക്കുന്നത്. അങ്ങനെ പൂർവ്വോട്ടങ്ങനെ പറയാൻ പറ്റില്ല. എങ്ങനെയുണ്ട് നിങ്ങളെ തയ്യൊക്കെ? ആളുഷാറാണ്ടാ സുരജെ, നിന്നെ സമ്മതിച്ചടാ. ഈ ലാസ്റ്റ് മിനിറ്റില് നീ പുള്ളിനെ റെഡിയാക്കില്ലേ? അതിന് ഇത്തിരി പണിയെടുക്കേണ്ടി വന്നു. അതങ്ങോട്ട് സെറ്റ് ആവില്ലെന്നാ വിചാരിച്ചത്. പിന്നെ ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് എല്ലാം കൂടെ ശരിയായി. മൂപ്പരേ നല്ല ഡിമാൻഡുള്ള ആളാ. ദേഹത്താണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ജില്ലാന്ന് നിൽക്കും. എങ്ങനെയാ ബഡ്ജറ്റിലൊക്കെ നിൽക്കുവോ? ബഡ്ജറ്റ് പറഞ്ഞതിനൊക്കെ ഒരു 10 രൂപ കൂടുതലാണ്. അത് കുഴപ്പമില്ല, ഞാൻ പിടിച്ചോളാം. നിങ്ങൾ ഞാൻ ടെൻഷൻ എടുക്കുന്നത്. ബഡ്ജറ്റ് എത്ര കുറഞ്ഞാലും തുള്ളല് നല്ല ജില്ലായിക്കോട്ടെ. ആയിക്കോട്ടെ, ശരി എന്നാ. തെയ്യം തകർക്കണേന്നതാ. നമ്മുടെ പിള്ളേര് തല്ലി മേടിച്ച് കൂട്ടുവോ? ഇല്ലമ്മേ, ഞാൻ ഇതിലോട്ട് തൊഴുതിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ തൊഴുതിട്ടില്ല. അങ്ങനെയൊക്കെ പോകുന്നു. നിങ്ങൾ മാത്രമല്ലോ വെറുതെ വന്നില്ലേ? പുള്ളി നേരത്തെ തൊഴിലിട്ട് പോയി. പുള്ളിക്ക് കൂട്ടൊന്നും ഇഷ്ടമല്ല. അശോകനോ? ആള് ജോലി കഴിഞ്ഞ് എത്തിയിട്ടില്ല. ആണോ? ബെല്ലൂം വേണോ? അയ്യോ, ദേ പിള്ളേരെ കൊണ്ട് വീട്ടിൽ പോ. വാ മോനെ. ഓക്കെ അല്ല. താഴേക്കാവില് പുനരുദ്ധാരണം നടത്താന്ന് പറഞ്ഞ് വലിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായില്ലേ? അതിനുള്ളതാ എനിക്കിപ്പോ കിട്ടിയെന്ന് എന്നോട് അമ്മ പറഞ്ഞു. ഇനിയും വലിപ്പിച്ച ബാക്കി എല്ലാവർക്കും കിട്ടുന്നു പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ വിളിച്ചു പറഞ്ഞോ. പിന്നെ തിരിച്ചു വന്നിട്ട് ഞാൻ പറയാൻ നിൽക്കല്ലേ. ഒന്നുമില്ല. നിന്നല്ലേ തേങ്ങാനും വിളിച്ചിരുന്നോ? ഇങ്ങോട്ട് മാറണമെന്നൊക്കെ പറഞ്ഞു. അച്ഛനോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമുണ്ടാവില്ല, ഞാൻ സംസാരിച്ചോളാം. അല്ല, ഇനിയിപ്പോ അവരുടെ കാര്യം എന്ത് ചെയ്യൂടാ?
നോക്കാം, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അതെ, ഞാൻ വന്നാ കയറാൻ നിൽക്കില്ല. ചേട്ടാ ചേട്ടാ എന്നെ കൊണ്ട് ഈ സബ്ജക്റ്റ് എഴുതിയെടുക്കാൻ പറ്റില്ല. പറ്റില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലേ? വേറെ വല്ല പ്ലാനുണ്ടോ? ഞാനേ ഇച്ചിരി ഡിസ്റ്റൻസ് ആയിട്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചാൽ കൊള്ളാന്നുണ്ടായി. എടാ, ആ ഇട്ടത്രയും വല്ല സ്കോപ്പും ഉണ്ടോ? സ്കോപ്പൊക്കെ നമ്മൾ മിടുക്കുമല്ലോ ചേട്ടാ. എന്നാ മിടുക്കുണ്ടോ? അല്ല, അത് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണല്ലോ, സെറ്റാക്കി എടുക്കാം നമുക്ക്. എന്നാ പിന്നെ ഡിസ്റ്റൻസ് ഒക്കെ എന്തിനാ ആക്കുന്നത്? അവിടെ ക്ലാസ്സിൽ പോയിരുന്നു പഠിക്കും. ഫീസിന്റെ കാര്യങ്ങളൊന്നും നീ നോക്കട്ടോ. അല്ലടാ, ഫീസിന്റെ അല്ല, എല്ലാ ദിവസവും കോളേജിലൊക്കെ പോയി വരണ്ടേ ചേട്ടാ. അച്ഛനൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ ചകളടിച്ചു വിളിക്കും. എടാ, അച്ഛനോട് പറയാൻ നിനക്ക് പറ്റില്ലെന്ന്. ഏയ്, അത് പറയാൻ പറ്റൂല. കാരണം ഞാൻ നേരത്തെ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞാണ് ഇതെടുത്ത്. ചേട്ടാ എങ്ങനെയെങ്കിലും ഒന്ന് അവതരിപ്പിക്കട്ടാ, രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ. എടാ, ഇമ്മാതിരി ഉടായ്പ കാണിക്കാനാണെങ്കിൽ പരിപാടി നടക്കില്ല കേട്ടോ. ശശിയേട്ടാ, കഴിഞ്ഞണ്ടേ? മറ്റേ അത്ര കഴിക്കും. ശരി. അല്ലടാ, ഇത് ഉടായ്പൊന്നും അല്ലടാ, ഇത് ഞാൻ ശരിക്കും റിസർച്ച് നടത്തിയാണ്. ഇത് എനിക്ക് പറ്റുന്ന പരിപാടിയാണ്, സത്യം ഇട്ടു. എന്നാ പിന്നെ നീ വീട്ടിൽ കറങ്ങി തിരിഞ്ഞ് നടക്കാണ്ട് പരിപാടി പിടിച്ചു തരാൻ നോക്കിയിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു. ആ ഓക്കെ. ഞാൻ ലേറ്റ് ആയിട്ട് വരുന്നവനാണെന്ന് പരാതി പറഞ്ഞ സുഭാഷ് അവിടെ സമയം എത്രയെന്ന് നോക്കി നോക്ക്. എത്തും ആളിറങ്ങിയിട്ട് കുറച്ച് സമയമായി. വല്ലവന്റെ കാര്യത്തിൽ തലയുടെ ഒരു ഗ്യാപ്പ് കിട്ടി കാണും. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് കയറി പോയി കാണും. അല്ലേ, നമ്മുടെ കമ്മിറ്റിയിൽ ഇങ്ങനത്തെ ഒരു കിടം വേണം. അറ്റ്ലീസ്റ്റ് എക്സിക്യൂട്ടീവ് എന്തെങ്കിലും ഒഴിവാക്കൂടെ? എടാ, അങ്ങനെ എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞൊന്നും ഒരാളെ കമ്മിറ്റി ഒഴിവാക്കാൻ പറ്റില്ല. അതിനൊക്കെ തക്കതായ കാരണം വേണം. അത് കുഴപ്പമില്ല, നമ്മുടെ സുഭാഷല്ലേ, ഒരു ചാൻസ് വൈകാതെ അവൻ തന്നെ കൊണ്ടുതരും. അപ്പൊ ഒരു തട്ടം കേട്ടാ. നമസ്കാരം. ഇത് എവിടാണ് സുഭാഷേ? ഞാൻ വിചാരിച്ചു ശശിയേട്ടൻ ഇപ്പോഴൊന്നും എത്തില്ല. ഓ, എന്താണ് നമ്മുടെ തേത്തിന് കുഴപ്പമൊന്നുമില്ല. അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്കേ താഴേക്കാവിലെ പുനരുദ്ധാരണം വൈകാതെ തുടങ്ങണം. അതാണ് നമ്മുടെ അജണ്ട. ഈ സ്പോൺസർഷിപ്പ് നോക്കിയിരുന്നിട്ടാണല്ലോ ഇത്രയും ഡിലേ വന്നത്. രശീത് ഊറ്റും പിടിച്ച് പിരിവിന് ഇറങ്ങിയ മാത്രമൊന്നും ഒരു കാര്യം നടക്കാൻ പോകുന്നില്ലേ. അപ്പോഴാണ് ശശിയേട്ടൻ ഐഡിയ പറഞ്ഞത്. വേറൊന്നുമല്ല, ഇവിടുത്തെ ലിസ്റ്റിൽ പുതിയൊരു പൂജ കയറ്റുന്ന കാര്യമാണ്. അതായത് ഈ സന്തോഷവും സമാധാനവും ഇല്ലാത്ത വീടുകളിൽ ഇത് നടത്തിയാൽ അതൊക്കെ വരുമെന്ന് പറഞ്ഞ് നടത്തുന്ന ഒരു പൂജ. അല്ല, ഈ പൂജ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് മനസ്സിലായില്ല. എടാ, ഈ ബെഞ്ചിരിപ്പ് കേട്ടിട്ടില്ലേ? അതിന്റെ നമ്മുടെ വർഷം അവിടെ അച്ഛൻ നടത്തുന്നു, ഇവിടെ വെളിച്ചപ്പാട് നടത്തുന്നു. ഗ്രഹപൂജ എന്ന് പേര് വിടാം. തരക്കേട്ടില്ലാത്തൊരു പരിപാടി അത്. ഒരു വീട്ടിൽ നിന്ന് 10 വെച്ച് പിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയി പോക്കോളും. ആൾക്കാരെ തുടങ്ങിയാൽ മതി. അങ്ങനെയാണെങ്കിലേ നമുക്ക് തെക്കേമുറിയിലെ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ തുടങ്ങാം. അവിടെ ചെറിയ പോവച്ചിലൊക്കെ ഉണ്ട്. ഞാനിപ്പോ അവിടെ ആയിരുന്നേ. അടിപൊളി. എന്നാ പിന്നെ അവിടെ ഒന്ന് വിട്ടു നോക്ക്. നാളെ തന്നെ തുടങ്ങാലോ. എനിക്കൊരു അഭിപ്രായമുള്ളത്, കൃഷ്ണകുമാറിന്റെ വീട്ടിൽ നടത്തി കഴിഞ്ഞാൽ ലിസ്റ്റ് കയറ്റുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ വീട്ടിൽ നടത്തി നന്നായിരിക്കും. കാശിട്ടുണ്ട് തന്നെ. താല്പര്യം ഉണ്ടെങ്കിൽ മറ്റംഗങ്ങൾ നടത്തിക്കോട്ടെ. അങ്ങനെ ആവുമ്പോൾ റീച്ച് കിട്ടും. റിസൾട്ട് ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ കഴിഞ്ഞാല് പിന്നെ പരിപാടി വർക്കായി. അതുകൊള്ളാം. അല്ല, ഈ ഫണ്ട് സെറ്റ് ആയി കഴിഞ്ഞാലേ നമ്മുടെ ഫണ്ടിനൊക്കെ അതൊന്നും എടുക്കാലോ അല്ലേ? നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അല്ല, മുതൽ ചെറിയ ഡൗട്ട് ചോദിക്കേ. നമ്മൾ ഈ പൂജ നടത്തിയ റിസൾട്ട് ഉണ്ടാവുന്ന നാട്ടുകാരെ ധരിപ്പിക്കാനാണല്ലോ കാശ് മുടക്കി നമ്മുടെ വീട്ടിൽ തന്നെ നടത്തണമെന്ന് പറയുന്നത്. അതെ, പക്ഷെ ഇതിനെ കൊണ്ട് റിസൾട്ട് ഇല്ലാന്ന് നമുക്കറിയാലോ. പിന്നെ നമ്മൾ വെറുതെ കാശുള്ളത് എന്തിനാ? എനിക്ക് ലോജിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണോ? സുഭാഷേ, ഇതൊക്കെ ചോദിച്ചു നോക്കാൻ നമ്മുടെ ഇടയിൽ തന്നെ ആളുണ്ട്. നമ്മൾ സ്ട്രേറ്റ് ആണെന്ന് അവർക്ക് തോന്നുന്നു. മനസ്സിലായി? 10 പോണത് നോക്കണ്ട. നേരത്തെ പറഞ്ഞ എഫറിന്റെ കൂലി ഉണ്ടല്ലോ, അത് കിട്ടുമ്പോ ഈ 10-നേക്കാൾ കൂടുതൽ കൈ വരും. സുഭാഷേ, ഒന്നും കാണാണ്ട് നമ്മളിതൊക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ? എന്നാ പിന്നെ ഇതൊക്കെ കൈയടിച്ച് പാസ്സാക്കിയാലോ? അത്രേ ഉള്ളൂ. ഇയാളുടെ ഒരു ഒറ്റക്കെ ചൂടലാണ് കളി തോറ്റത്. മര്യാദയ്ക്ക് ചെയ്യേണ്ട കളിയായിരുന്നു. എടാ, സൂര്യൻ കണ്ണിലടിച്ചോണ്ടല്ലേ എന്റെ ജഡ്ജ്മെന്റ് പാളി പോയി. പിന്നെ സ്ഥലം ഒന്ന് മാറി. അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഇറക്കാൻ വരാനൊക്കെ ടീമിന് വേണ്ടിട്ട് നല്ല വല്ല പിള്ളേരിട്ടല്ല ടീം സെറ്റ് ആവുള്ളൂ. ഇയാള് ബാറ്റ് ചെയ്യുമ്പോൾ നീ കീപ്പ് നിന്നാ ഫാൻ 5 ലിറ്റർ പോലെ കാറ്റിടിക്കാം. പറ്റില്ല, നിർത്തിട്ട് പോവാൻ നോക്കണം. കേളവൻ ഗിരീഷന്റെ കാര്യം എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്തായാലും വൈകാതെ തന്നെ കളിയിൽ വിരമിക്കോട്ടെ. നീ എവിടെ പോണു? ശശിയേട്ടൻ പറഞ്ഞ് ഏത് കോഴ്സ് ആണെങ്കിലും റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് മാറി നാലാന്നൊരു ആലോചന ഉണ്ട്. എടാ, ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ചയെന്ന് തോന്നും. പോകല്ലേ.
ഞാനൊക്കെ പോയി പണി മേടിച്ച് പണ്ടറടങ്ങിയതാണ്. അതല്ലടോ, വീട്ടിലെ സെറ്റപ്പ് ശരിയല്ല. ഞാനായിട്ട് അങ്ങോട്ട് സിങ്കാവണ എത്ര ആണെന്ന് വെച്ചാൽ ഈ തട്ടുമ്പുറത്ത് ഒളിച്ചിരിക്കും. എസ്കേപ്പ് അടിക്കണം ഏറ്റവും നല്ലത്. നാളെ ഉണ്ടാവൂലേ? ഓക്കെ ആ ഓക്കെ. വീട്ടിനകത്തിരുന്ന് കളിക്കുന്ന കളിയൊന്നും പോരടാ നിനക്ക്. വീട്ടിൽ തന്നെ ഒത്തിരുന്ന ഡിപ്രഷൻ അടിക്കുവച്ചാ. ഓ, എന്തോർത്തിട്ടാ ഇയാൾക്ക് ഡിപ്രഷൻ? ഡാ, ആ നിന്നെ ആരാ ഇപ്പൊ കൊണ്ടുവിട്ടിട്ട് പോയെ? ജിതിൻ. ആരാ ജിതിൻ നമ്മളാ. ഏതാ ആ സുനിയുടെ മോനോ? ആ അതെ, അച്ഛൻ അറിയാൻ പാടില്ല അവനാ. എത്രാമത്തെ പ്രാവശ്യമാണ് എപ്പോ നോക്കിയാലും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. കൊണ കൊണ കൊണ. അമ്മേ ആ കരിങ്ങ എടുക്ക. അത് ചിക്കനാച്ചാ. ദേ പരിപ്പാണോ? കടല കഴിഞ്ഞു. ലിസ്റ്റിട്ടപ്പോൾ എഴുതാനും മറന്നുപോയി. അച്ഛാ, ആ മുട്ടയെടുത്ത് മാറ്റി നല്ല ഉള്ളിക്കറി അച്ഛാ. ദേ കുറച്ചുകൂടെ. അച്ഛാ, ഇന്ന് ലത വിളിച്ചിരുന്നേ. ആ, എന്താ അവളുടെ വിശേഷം? അത് കോപൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി. വേറെ എന്തെങ്കിലും തരപ്പെട്ടോ? ഇല്ല, വേറൊന്നും ആയിട്ടില്ല. പക്ഷേ അവിടെ ഇങ്ങനെ നിന്ന് പോയോണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്താ അവരുടെ അവസ്ഥ? എന്തെങ്കിലും സഹായം ചെയ്യാറുണ്ടോ നീ? ഇതുവരെയുള്ളതൊക്കെ അവൻ തന്നെ മാനേജ് ചെയ്തിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത്. അവനൊരു ജോലിയാവുന്നവരെ ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന് അവൾ ചോദിച്ചായിരുന്നു. അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ നമുക്ക്? ഗോപന്റെ ഒരു ഇത് വെച്ച് ബിസിനസ് അങ്ങനെ മറുപടിയാവില്ല. എന്തെങ്കിലും ചെറുകിട ജോലി നോക്കിയിട്ടും കാര്യമില്ല. അതെ. അശോകന്റെ കമ്പനിയിൽ എന്തെങ്കിലും നോക്കാൻ പറ്റുമോ? കമ്പനിയിൽ ഇപ്പോൾ വേക്കൻസി ഒന്നുമില്ല. മാത്രമല്ല അവർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങി. അതുമല്ല വെച്ചാൽ റെക്കമെൻഡേഷനൊക്കെ വലിയ പാടാ. റെക്കമെൻഡേഷനിലല്ലേ അശോകൻ ജോലിക്ക് കയറിയത്? അതെ, അതിൽ പിന്നെ എവിടെയെങ്ങും ആരുടെ അടുത്ത് കണ്ടില്ല. എന്താണാവും. അച്ഛാ, അപ്പോൾ അവരിങ്ങോട്ട് വന്നോട്ടല്ലേ? ബാക്കി കാര്യങ്ങളൊക്കെ അവർ വന്നിട്ട് നമുക്ക് നോക്കാം. അവരുടെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന കാര്യം വല്ലതും പറഞ്ഞോ? അത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നടക്കും തോന്നുന്നില്ല ഈ സാഹചര്യത്തിൽ. ഇവിടുത്തെ പ്രശ്നം മാറണമെങ്കിൽ ഈ വീട്ടിൽ മാത്രം പൂജ നടത്തിയാൽ മതിയാവും തോന്നുന്നില്ല. എന്തേ ഞാൻ ചോദിക്കാൻ വന്നേ, ഞാൻ പറയാം. നിന്നോടായതുകൊണ്ട് പറയുക, നമ്മുടെ സ്വാതി ഒരു പയ്യനുമായിട്ട് അടുപ്പത്തിലാണ്. അതാണേൽ അത്യാവശ്യം സ്ട്രോങ്ങും. ആരായിട്ടാ? നമുക്ക് പരിചയമുള്ള ആരെങ്കിലാണോ? നമ്മുടെ താഴേക്കാവി ശാന്തിക്ക് വരുന്ന സൂരജില്ലേ? സൂരജോ? ആ ചേട്ടാ, അവനെനിക്ക് നല്ലവരെ അറിയാവുന്ന പയ്യനാ. ഒരു പാവം പിടിച്ചവനാ. കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ഏറ്റെടുത്തി. ആ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഇല്ലാത്തൊരു ഉത്തരവാദിത്വമൊക്കെ അവനുണ്ട്. മിടുക്കണ. പക്ഷേ ബന്ധം നോക്കുമ്പോ നിങ്ങളവിടെ കാര്യം പറഞ്ഞത് മനസ്സിലാക്കാൻ നോക്കാൻ. അത് എയ്റ്റിലെങ്കിൽ എന്നോട് പറ. ഞാൻ അവനെ എങ്ങനെയെങ്കിലും ഇരുന്ന് ഊരിത്തരാം. അതിന് നീ പറഞ്ഞാൽ അവൻ കേൾക്കുവോ? ഞാൻ പറഞ്ഞ കേൾക്കും. നമ്മുടെ കൂട്ടർ അലഞ്ഞിട്ട് പോലും ഒരു വേർതിരിവില്ലാതെയാണ് നമ്മൾ താഴേക്കാവിലെ കാര്യങ്ങളൊക്കെ നടന്നത്. ഈ നടത്താൻ ഉദ്ദേശിക്കുന്ന പുനരുദ്ധാരണം പോലും അങ്ങനെ നടന്നു. നമ്മുടെ നാട്ടിലത് ആചാരങ്ങൾ വരെ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവിടം വരെ മതി, അതിൻ്റെ അപ്പുറത്തോട്ട് വേണ്ട. പിന്നെ തൽക്കാലം ഇത് വേറെ ആരോടും പറയാൻ നിൽക്കേണ്ട. അതെ, ഞാൻ നമ്മുടെ സുഭാഷിനോടൊന്ന് സൂചിപ്പിച്ചായിരുന്നു. കുഴപ്പമാവോ? തകർത്തു. എന്നാൽ പിന്നെ ചേട്ടന് പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കാൻ പറ്റില്ലായിരുന്നു. വായിക്കാത്തവരെങ്കിലും അറിയാണ്ടിരുന്നേനെ. ഇനി അങ്ങോട്ട് ആരോടും പറയാൻ നിൽക്കേണ്ട. വിളിച്ചോളൂ ചേട്ടൻ കൂടെ.
എന്തു പറ്റി? ഏത് ഹോസ്പിറ്റൽ? ഞാൻ എത്തി. മധുട്ടാ, ഞാൻ പോയിട്ട് വരാം. എവിടെ പോകും? ഞാൻ വിളിക്കാം. ആ. എന്തു പറ്റി? അറിയില്ലടാ, രാവിലെ എഴുന്നേറ്റപ്പോ തൊട്ടച്ഛന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വലിയ മിണ്ടാട്ടം ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞ് മുറിയിലേക്ക് നോക്കിയപ്പോഴാണ് ആള് ബോധമില്ലാതെ കിടക്കണം കണ്ടത്. നീ പെട്ടെന്ന് ഞാൻ ഡോക്ടറെ പെട്ടെന്ന് ചെല്ല്. ഞാൻ ഒരു ഹാഫ് ആൻ അവറിൽ വരാം. സിസ്റ്റർ അങ്ങോട്ട് പോകും. ശരി. ഞാൻ കുറച്ചു നേരത്തെ ഐസിയുലാക്കിയ ഭരതനാരായണ. ആ മനസ്സിലായി. ഞാൻ നേരത്തെ വന്നവരോട് പറഞ്ഞിരുന്നു, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സ്ട്രോക്ക് ആയതുകൊണ്ടേ ഒരു സൈഡ് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആണ്. റിക്കവർ ആകാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? മാക്സിമം നോക്കാം. ശരി. പിന്നെ കൂടെ എപ്പോഴും ഒരാൾ ഉണ്ടാവില്ലേ, ബൈസ്റ്റാൻഡർ ആയിട്ട്? ഉണ്ടാവും. ശരി. ഒരു സൈഡ് പാരലൈസ് ആയെന്നൊക്കെ പറയണേ. ഒരാൾ എന്തായാലും ഇവിടെ നിൽക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിന്നോളാം. നിന്നോളൂല്ലോ. എന്താവശ്യമാണെങ്കിലും പറഞ്ഞാൽ മതി. എടാ പിന്നെ ഞാൻ ലതയെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകാതെ പോന്നോളാനും പറഞ്ഞു. എന്തായാലും അവൾ ഇങ്ങോട്ട് വരാനിരുന്നാണല്ലോ. പപ്പടം വേണ്ടല്ലോ. ആൾക്ക് അവിടുത്തെ ഒന്നും പിടിക്കില്ല. അതുകൊണ്ട് ഭക്ഷണം 3 നേരം ശശി തന്നെയാണ് കൊണ്ട് കൊടുക്കുന്നത്. ചേച്ചിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നുണ്ടോ അവിടുത്തെ കാര്യങ്ങള്? നമ്മുടെ ഭാഗത്തുനിന്ന് ഒരാൾ വേണമെന്നേ ഉള്ളൂ. അവക്കായിട്ട് വലിയ പണിയൊന്നുമില്ല അവിടെ. അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും രാത്രി യാത്ര ഒഴിവാക്കാൻ ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പകൽ വിളിച്ചു തോന്നുന്നത് എന്താ പ്രശ്നം? അല്ല, പെട്ടെന്നുള്ള വെക്കേറ്റിംഗ് ആയതുകൊണ്ട് അഡ്വാൻസ് തിരിച്ചു തരാൻ ഓണർക്ക് കുറച്ച് ടൈം എടുത്തു. എന്നിട്ട് മൊത്തം കാശ് കിട്ടിയോ? കിട്ടി. പക്ഷേ ഷിഫ്റ്റിങ്ങുള്ള വണ്ടി വിളിച്ചപ്പോഴേക്കും അത് മൊത്തം തീർന്നു. വെള്ളം വെച്ചോ. ഇത്രയും കാലം മുടങ്ങി നിന്റെ ശമ്പളം കിട്ടിയോ? നോക്കാന്നൊക്കെ പറയുന്നുണ്ട്. അതിന് നോക്കണ്ട, കിട്ടില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയണതല്ലേ. ഒരു നല്ല പടം പോലും കിട്ടാല്ലേ ശശിയേട്ടാ? വേറെ തിയേറ്ററുകളിൽ നോക്കിയായിരുന്നു? നോക്കി, പക്ഷെ ഒന്നാട് ശരിയാവണില്ല. പിന്നെ തൈക്കാട് സ്കൂളിലൊരു പ്യൂൺ വേക്കൻസി വരുന്നുണ്ട് 3 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ അത് NSS വഴി ഒന്ന് പുഷ് ചെയ്താൽ ശരിയാവുമെന്ന് വിചാരിക്കണു. നല്ലതായിരിക്കും അല്ലേ? ഓ സ്ഥിരമല്ലേ? സ്ഥിര. ഞാനൊന്ന് NSS വഴി പുഷ് ചെയ്യാം. അപ്പോൾ നീ ഇരിക്കും. ഞാനൊന്ന് വിളിച്ചിട്ട് വരാം. എന്നിട്ട് കഴിക്കാം. എടാ നീ തോർത്തുകൊണ്ടെടുത്ത് വെച്ചേ. എണ്ണ കുപ്പിയോടാ വച്ചത് കാണും. അവിടെ കാണും നോക്ക്. ആ ഗോപന്റെ കാര്യം എത്രയും വേഗം ശരിയാക്കണം. അമ്മേ, ഞാനത് നോക്കുന്നുണ്ട്. അല്ല, അച്ഛന് സുഖമില്ലാത്തതുകൊണ്ടാണ് കുടുംബത്തിലെല്ലാവരും കൂടിയിരിക്കണേന്ന് തൽക്കാലം നമുക്ക് കുറച്ച് ദിവസം പറഞ്ഞു നിൽക്കാം. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭേദമായി വീട്ടിലെത്തില്ലേ? അപ്പൊ പിന്നെയും ഗോപനെ ഇവിടെ കണ്ട. ജോലി പോയി ഭാര്യ വീട്ടിൽ താമസമാണെന്ന് നാട്ടുകാരെല്ലാം മണത്തറിയും. പിള്ളേരായില്ലേ എന്നുള്ള ചോദ്യത്തിന് പുറമെ ജോലിയായില്ലേ എന്നുള്ള ചോദ്യവും കൂടെ വരും. നാണക്കേട് നമുക്കും കൂടെ. ഇതൊക്കെ ആലോചിച്ചുള്ള വേവലാതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ പറഞ്ഞായിരുന്നു മേഡം? അച്ഛനും പ്രതി അങ്ങനെയൊക്കെ പറയണോ? 19 കൊല്ലമായിട്ട് അദ്ദേഹത്തിനോട് താമസിക്കല്ലേ. ആ മനസ്സ് നന്നായി വായിക്കാൻ അറിയാം.
ആ പ്രസാദ്. ആ ശശിട്ടാ, ഞങ്ങൾ മധുവേട്ടൻ്റെ വീട്ടിൽ തീർത്തുണ്ട്. ആ അവിടെ എപ്പോഴാണ് വേണ്ട ഡേറ്റ് നോക്കി പറഞ്ഞാൽ മതി. എടാ ഇവിടെ പൂജ നടത്താനുള്ള ഒരു അവസ്ഥയിലല്ല, ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം ഓട്ടത്തില്ല. അച്ഛനൊന്ന് ഡിസ്ചാർജ് ആയിക്കോട്ടെ. ആ അല്ല, അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യണോ അതോ? അല്ല വേണ്ട വേണ്ട, നിന്റെ വീട്ടിൽ സുഭാഷിന്റെ വീട്ടിലൊക്കെ ചെയ്യും. അപ്പോഴത്തേക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാവും. അയ്യോ താങ്ക്സ്. ആ പിന്നെ നീ ആ പ്രസ് വിളിച്ചിട്ട് പൂജയുടെ നോട്ടീസിന്റെ കാര്യം എന്തായെന്ന് ചോദിക്കുക. അത് എന്ന് കിട്ടുന്നോ അതിന്റെ പിറ്റേ ദിവസം തന്നെ പത്രത്തിൽ കയറ്റാനുള്ള ഏർപ്പാടും ഉണ്ടാക്കണം. പിന്നെ ഈ ഹോസ്പിറ്റലുകള്, അമ്പലങ്ങള്, ഇതുപോലെ സങ്കടവും പ്രാർത്ഥനയായിട്ട് ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ചറ പറ കൊടുത്തേ. അതേറ്റു. ഓക്കെ. എവിടെയായിരുന്നടാ? വീട്ടിലെ ഗ്യാസ് തീർന്നു പോയത്. പിന്നെ ഏജൻസി പോയി പുതിയ കുറ്റി എടുത്തോണ്ട് വന്നിട്ട് നീ ക്യാൻറ്റീനിലേക്ക് അല്ലേ ഞാൻ കൊടുത്തിട്ട് വരും. ഇവിടെ ആരാ അഡ്മിറ്റ് ആയിരിക്കണേ? എന്ത് ഈ കഞ്ഞിക്കച്ച മാത്രം കുടിച്ചാ പോരെ? നിങ്ങൾക്ക് കഴിക്കാൻ വീട്ടിലുണ്ടാക്കണ എന്തെങ്കിലുമൊക്കെ എനിക്കും കൂടെ കൊണ്ടുപോവാ. ഇത് കഴിച്ച് നാവ് ചത്തു. അതിനോട് ഉണ്ടാക്കും. ഇനി എത്ര ദിവസം കൂടെ കിടക്കേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു? അതൊന്നും പറഞ്ഞില്ല. ഹാർട്ട് വീക്കാ. ഇനിയൊന്നുകൂടെ ഉണ്ടായാൽ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. ആ സൈഡ് പാരലൈസ് ആയത് ചികിത്സിച്ചാൽ പോകും. ഹലോ ഡോക്ടർ. നിങ്ങൾ വന്നിട്ട് പോയായിരുന്നോ? ആ ഞാൻ ഇപ്പം ഇങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. എന്തേ? ഞാൻ നിങ്ങളൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അല്ല ഞാൻ അങ്ങോട്ട് വരണോ? ഏയ് വേണ്ട വേണ്ട, ഇങ്ങനെ തന്നെ പറയാം. വേറൊന്നുമല്ല, അച്ഛൻ്റെ കാര്യേ ഇങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. വെറുതെ അനാവശ്യ ഹോപ്പ് തരേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായി. ഉടനെ എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും നീ അങ്ങോട്ട് മുന്നോട്ട് പോവാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. വീട്ടുകാരൊക്കെ ഒന്നേ വിളിച്ചൊന്ന് കാണിച്ചേരെ. എല്ലാരും കൂടെ ഒരുമിച്ച് വന്നിട്ട് പുള്ളിക്ക് അങ്ങനെ തോന്നൽ കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞേ. കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് വന്നിട്ടേ കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല എന്ന് പറയായിരുന്നു. ഞാൻ വേണ്ട പോലെ ചെയ്യാം ഡോക്ടറെ. ശരി ശരി ഓക്കെ ഡോക്ടർ. ശശി മുടന്ന് രാവിലെ നീ പറമ്പിൽ പോകുമ്പോഴേ കുഴപ്പം കണ്ടാ ഒന്ന് പൊട്ടിച്ചോണ്ട് പോവാ. തോരൻ വെച്ച് തന്നുവിടാം ഞാൻ അച്ഛന്. ഒറ്റയ്ക്ക് ആ മുറി കിടപ്പല്ലേ, എന്തെങ്കിലും വായിക്ക് രുചിയായിട്ട് കഴിക്കട്ടെ എന്ന്. അമ്മ വരുന്ന അച്ഛനെ കാണാൻ? വേണ്ടടാ. ഓ ആ കിടപ്പ് കാണാൻ ഞാനില്ല. പിന്നെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുന്നത്, അപ്പം ഞാൻ നോക്കിക്കോളാം. അതെ, നിങ്ങൾ വരുമ്പോ ഒന്ന് ഡോക്ടറിനെ കാണാൻ പറഞ്ഞിരുന്നു. ശരി ഞാനെന്നാ പോയി. ശരി പോയിട്ടോ. ഡോക്ടർ ആ വാ, നമുക്കേ അച്ഛനെ ഒന്ന് പോയി കാണാം. എന്താ പറ്റി? അച്ഛനെ ഇന്നലെ മുതൽ നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് സംസാരിക്കാൻ പാടില്ലെന്ന് ഞാൻ പരമാവധി പറഞ്ഞു നോക്കി. അച്ഛൻ ഒരു പൊടിക്ക് അടുക്കുന്നില്ല. അതാ ഞാൻ വിളിപ്പിച്ചത്. ദേ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനോ? പോയിക്കോ. പോയിക്കോ. ഞാനെന്നാ ഒന്ന് റൗണ്ട്സിനൊക്കെ ഒന്ന് പോയിട്ട് വരാം. എന്താ കാണണമെന്ന് പറഞ്ഞേ? എൻ്റെ സമയം കഴിയാറായെന്ന് ഡോക്ടർ പറഞ്ഞു അല്ലേ?
നീ എല്ലാവരെയും കൊണ്ട് കാണിക്കുന്നുണ്ടല്ലോ എന്നും. അല്ല സാർ, എല്ലാവരും കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു. കുറച്ചായില്ലേ കണ്ടിട്ട്. ഞാനൊരു മുരടനായിരുന്നു അല്ലേ? ആ എന്ത് അങ്ങനെ തോന്നി. ഈ വിലപ്പെട്ടതൊക്കെ ഇങ്ങനെ പിശുക്ക് കൂട്ടി വയ്ക്കുന്ന പോലെ തന്നെയാ നിങ്ങളോട് സ്നേഹത്തിൻ്റെ കാര്യത്തിലും ചെയ്തത്. അത് അബദ്ധമായിപ്പോയി. എനിക്കെല്ലാവരെയും ഒരുമിച്ച് കാണണമെന്നുണ്ടാ. അതിങ്ങനെ ഈ ചില്ലിനപ്പുറം നിന്നുകൊണ്ടല്ല, നമ്മൾ തറവാട്ടി വെച്ച് എല്ലാവരെയും ഇങ്ങനെ തൊട്ടും തലോടിയും മതിയാവോളം കെട്ടിപ്പിടിച്ചു. ഞാൻ ശാന്തിയുടെ പിള്ളേരെ എടുക്കുകയോ കുഞ്ചിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലേ. ഒരു ഉമ്മ പോലും കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. എനിക്കതൊക്കെ ഇപ്പം ചെയ്യാൻ തോന്നുക. ഇതൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിൽ കരുതി വെച്ചിരുന്നതാ. കുറേ കാലം കൂടി ഇങ്ങനെയൊക്കെ പോകുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അച്ഛൻ ആ കോൺഫിഡൻസ് ഒന്നും വിടണ്ട. ഒന്ന് സുഖമായിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ സന്തോഷമായിട്ട് നമുക്ക് വീട്ടിൽ ഇരിക്കാമല്ലോ. ആ പിന്നെ നമ്മുടെ ഗോപനൊരു ജോലിക്കാരി ശരിയായി വന്നിട്ടുണ്ട്. ആ അത് നന്നായി. അച്ഛൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട്. അച്ഛനെന്നാ റെസ്റ്റ് എടുക്ക്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. മോനെ, ആ ഡോക്ടർ പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്കറിയാം ഈ വണ്ടി എത്ര ദിവസം കൂടെ ഓടുമെന്ന്. നീ വീട്ടിൽ നിന്ന് എല്ലാവരെയും കൊണ്ടുവരുന്നതല്ലേ? ആ കൂട്ടത്തിൽ രണ്ടുപേരെയും കൂടെ നീ ഇവിടെ കൊണ്ടുവരണം. കണ്ണടയുന്നവരെ അവരെയും കാണണം എനിക്കിവിടെ. ആരാച്ച? ശ്രീകണ്ഠപുരത്ത് ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് കഴിഞ്ഞ 30 വർഷമായിട്ട് ഒരു കുടുംബം കൂടെ ഞാൻ നോക്കുന്നുണ്ട്. രുക്മിണി, അവരിലൊരു മകനുണ്ട്. നീ ഒന്നവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങോട്ട് പോയി അവരെയൊക്കെ കണ്ടിട്ട് കുറേയായി. ഇനിയിപ്പോൾ അതിനും സാധിക്കില്ലല്ലോ. പിന്നെ വലിയ കോലാഹലമൊന്നുമില്ലാതെ നീ ഇതൊന്ന് വീട്ടിൽ അവതരിപ്പിക്കണം. എന്നിട്ട് നിന്റെ അമ്മയോട് പറയണം ഇതൊക്കെ ആ ഒരു സ്പിരിറ്റിലെടുക്കാൻ. ഏത് സ്പിരിറ്റിലെടുക്കാൻ? എനിക്കറിയില്ല. അമ്മയല്ലേ 19 കൊല്ലമായിട്ട് അച്ഛനെ മനസ്സ് വായിച്ചോണ്ടിരിക്കുന്നത്. ഇതൊന്നും എഴുതിയ പേജ് അമ്മ കണ്ടിട്ടില്ലേ? നീ ശ്രീകണ്ഠപുരത്ത് പോയിരുന്നല്ലോ, അപ്പോൾ മനസ്സിലായില്ലേ? അതച്ഛൻ ശശി എന്നെ കടലും കാണിച്ച് കപ്പലിൻ്റെ വാങ്ങിച്ചു കൊടുത്ത് വെസ്റ്റേറ്റ് കിട്ടുന്നുണ്ടാവും. അല്ലാണ്ട് ഈ കേസ് ഇട്ടിൻ്റെ വീട്ടിലോട്ടൊക്കെ ബോധമുള്ള ആരെങ്കിലും കൊണ്ടുപോകും. ആരെയും കൊണ്ടുപോകും? ആ പിന്നല്ലാണ്ട് ഇതായിരിക്കും അച്ഛൻ ഉദ്ദേശിച്ച സ്പിരിറ്റ്. നീ ഓടാ അവിടുന്ന്. നീ കാര്യം പോടാ. നീ ചേച്ചി എന്താ പറഞ്ഞേ? എന്തു പറയാൻ? ഇത് കേട്ടപ്പോൾ തൊട്ട് മരവിച്ച പോലെ അവിടെ ഇരിപ്പാ. അച്ഛൻ അതേട്ടാ ഇത്ര സ്നേഹത്തോടെ എൻ്റെ മുഖത്തൊക്കെ സംസാരിക്കുന്നു. എന്നൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്തു. അതിങ്ങനെ ഒരു ബോംബ് പൊട്ടിക്കാന്ന് ഞാൻ അറിഞ്ഞു. നീ അവരുടെ അടുത്തേക്കല്ലേ? അമ്മയ്ക്ക് എവിടെ ഒരു സൂചന പോലും കിട്ടിയില്ലായിരുന്നല്ലേ? സൂചന കിട്ടിയിരുന്നെങ്കിൽ അന്നേ ഞാൻ ഉണ്ടായിരിക്കുമായിരുന്നോ? നീ എവിടെ വരെ പോയിട്ടും എന്തെങ്കിലും സംശയം തോന്നിയിരുന്നോ? ഇല്ലല്ലോ. അമ്മ ഇപ്പം എന്താ ചെയ്യേണ്ടത്? അച്ഛൻ അവരെ കാണണമെന്നൊക്കെയാണ് പറയണത്. ഉള്ള പണിയും പോയി വഴിമുട്ടി നിന്നിട്ടും സ്വന്തം കുടുംബത്ത് പോകാതെ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്ന എന്താ നിനക്കറിയാലോ. ഞാൻ വേണേ ഇത് മനസ്സിൽ വെക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എൻ്റെ കുടുംബക്കാരെ അറിഞ്ഞ ചെവിതല് കേൾപ്പിക്കൂല. വല്ല പറഞ്ഞ് മനസ്സിലാക്കാന്ന് വെച്ചാൽ എനിക്ക് അവിടെ അത്ര വോയിസും ഇല്ല. അമ്മ എന്താ പറയണേ? ഒന്നും പറഞ്ഞൊന്നുമില്ല. അല്ലെങ്കിലും ഇപ്പം എന്ത് പറയണേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നു? അച്ഛൻ എത്ര ദിവസം ഉണ്ടെന്ന് അവർ പറയണേ? അങ്ങനെ എത്രയെന്നൊന്നും പറഞ്ഞില്ല, എന്നാലും അധികം പോകില്ലെന്നാ പറഞ്ഞേ. എന്നാ പോയി വിളിച്ചുകൂടാ, ഒരാഗ്രഹം പറഞ്ഞാലേ. പാവം. അവര് വന്നിട്ട് ആരെങ്കിലും കണ്ടാ അത് കുഴപ്പമാവത്തില്ലേ? ഏയ് അത് കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ വകയിൽ അമ്മയാണെന്നോ ചെറിയമ്മയാണെന്നോ ഒക്കെ പറഞ്ഞാൽ പോരെ. ആ മതിയല്ലേ? ഓ അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ അഡ്രസ്സ് വാങ്ങിയിട്ട് വൈകാതെ അങ്ങ് വിട്ടോ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 0112 4
ശശിധരൻ. ആ. ഭരതനായരുടെ മകനാണ്. ചാലക്കുടി കുറുവിലക്കാവിലുള്ള. ചേർത്തലയിലല്ലേനോ? അങ്ങനെയായിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അവിടെ ഒന്നും അല്ല. ഇത് തന്നെയല്ലേ? ഇപ്പോഴാ ഞങ്ങളിതെല്ലാം അറിയുന്നത്. അധികം സമയം കളയാനില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. വേഗം ഇങ്ങോട്ട് വണ്ടി കയറി. ആളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ കുറച്ച് മോശം. അതുകൊണ്ട് വല്ലാതെ വൈകിക്കാൻ നിൽക്കാതെ നമുക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ആ ശശിയേട്ടാ ഇരിക്കേ, ഞാനൊന്ന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കട്ടെ. മോൻ അപ്പോഴത്തേക്കും വരും. നമുക്ക് വന്ന ഉടനെ അങ്ങ് ഇറങ്ങാം. വേഗം വരാം. നീ ഇപ്പൊ എന്താ എങ്ങോട്ട് കയറി പോകുന്നത്? താനേതാ? അച്ഛൻ്റെ ഭക്ഷണമൊക്കെ എങ്ങനെയാ? അത് 3000 ശശി വീട്ടിൽ നിന്ന് കഞ്ഞി കൊണ്ടുവരും. ഓ ആ. അച്ഛൻ കഞ്ഞി കുടിക്കാറുണ്ടോ? ആ അല്ല, അച്ഛൻ കഞ്ഞി കുടിക്കുന്നത് കാണാറുണ്ടോ? കാണാറൊന്നുമില്ല. കുടിച്ചു കഴിയുമ്പോൾ നേഴ്സ് പാത്രം കൊണ്ടുവന്നവരും. ആ അല്ല, വേറൊന്നല്ല. ചിലപ്പോൾ ആൾ പണ്ട് തന്നെ ടാറ്റ പറഞ്ഞ് അത്ര എത്തിക്കാണും. ഇവർ വെറുതെ കിടത്ത് ചികിത്സിക്കുന്നേ ചില പ്രൈവറ്റുകാരൻ നമ്മങ്ങളില്ല. ഇവിടെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല സുഭാഷേ. അല്ല, മറ്റേ ആ പ്രാർത്ഥനാ മെഡിസിറ്റിയിലായിരുന്നെങ്കിലേ ജീവൻ പോയാലും പ്രാർത്ഥിച്ചിട്ടാണെങ്കിൽ അവർ ആളെ തിരിച്ചു കൊണ്ടുവരും. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട്. ശശി വരുമ്പോ ഞാൻ പറയാം. ശശിയേട്ടനോട് പോയി അരിമ്പൂര് പോയേക്കോ? അല്ല, ഇപ്പൊ വരുമല്ലോ അല്ലേ? അല്ല, ഇവിടെ എന്താ ആവശ്യമുണ്ടെങ്കിലും ഞാൻ നിൽക്കാം. വേണ്ട സുഭാഷ് പൊക്കോ. അല്ല, എനിക്കങ്ങനെ ബുദ്ധിമുട്ടാന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഞാൻ ഇവിടെ അല്ല വേണ്ട, കുഴപ്പമുണ്ടായിട്ടല്ല. സുഭാഷ് പൊക്കോ. ആ എന്നാ പിന്നെ അച്ഛനടുത്തൊന്ന് ബായ് പറഞ്ഞിട്ടേ ഇറങ്ങിയേക്കാം. പോട്ടെ മോനെ. ബായ്. അമ്മേ, ബാഗ് ഞാൻ പിടിച്ചോളാം. നമ്മുടെ ദേഹത്തി വലത്തോട് തിരിഞ്ഞാൽ മതി. ശശിയേട്ടാ, ആ ശശിയേട്ടാ, ഞാനാ. വന്നിട്ടുണ്ട്. വരൂ വരൂ. ശശിയേട്ടാ, ഞാൻ നിങ്ങൾ ലിഫ്റ്റിൽ നിന്ന് കുറേ വിളിച്ചു, നിങ്ങൾ കേട്ടില്ലേ? നമസ്കാരം. ആ നമസ്കാരം. അല്ല, ഞാൻ വന്നതേ ആ പ്രാർത്ഥന മെഡിസിറ്റിന്റെ മറ്റേ കാര്യം. ആരാ മനസ്സിലായില്ല? ചെറിയ ഓ, അരിമ്പൂരുള്ള. അരിമ്പൂരുള്ള. പെട്ടെന്ന് കത്തിയില്ല. എന്നാ പിന്നെ വേറൊന്നുമില്ല ചേട്ടാ, ഞാൻ വേറൊന്നുമില്ല. അങ്ങോട്ട്. ഓക്കെ. ചോപ്പായിരുന്നില്ലേ?
അല്ല നേരത്തെ ഷർട്ട് ചോപ്പായിരുന്നു. അല്ല ഇവൻ കാലത്തോട്ട് എങ്ങനെയാ? ആണോ? ആണല്ലേ? ആണല്ലോ. ഞാനത് ആ ശരി ചെലവേ ഞാനങ്ങട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇപ്പൊ പുതിയ ആൾക്കാരുണ്ടല്ലോ, അവരായിക്കോളൂ. ഇനി ഞാൻ എന്തായാലും ഇനി അങ്ങോട്ടില്ല. ശാന്തി അവരവിടെ ഇരുന്നോട്ടെ. എന്തായാലും കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ ഒരാൾ വേണ്ടേ? വേണമെന്നില്ല. പ്രായമായ ഒരു മോനൊക്കെ ഉണ്ട് അവർക്ക്. അതിന് ആ ചെറുക്കനാണെങ്കിൽ ഇവന്റെ അതേ പകർപ്പ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അറിയാതെ പോലും ആശുപത്രി ഭാഗത്തേക്ക് പോകരുത്. രണ്ടിനും കൂടെ ഒരുമിച്ച് കണ്ടാലുണ്ടല്ലോ പിന്നെ നാട്ടുകാരെ ഏറ്റെടുത്തോളൂല്ല. എടാ ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും നീ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ആ ചെക്കനും ഇവനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലേ? ഒരു വ്യത്യാസവും ടിറ്റു കോപ്പി. ആദ്യം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവന്റെ ഇവന്റെ ഹൈറ്റൊക്കെ ഹൈറ്റും വെയിറ്റും എല്ലാം ഒരേപോലെ. ആകെ ഈ മുടിയിൽ മാത്രം കുറച്ച് വ്യത്യാസം. അതിൽ വലിയ കാര്യമൊന്നുമില്ല. നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ അതെ. ആ എന്നാ ഇവിടെ പോയി നിൽക്കട്ടെ. ചേച്ചിക്ക് അറിയത്തില്ലേ, ആശുപത്രിയുടെ മണം തട്ടിയാൽ തന്നെ എന്റെ പാതി ബോധം പോവും അല്ലേ? അങ്ങനെ ഒരു കുഴപ്പമുള്ളതാ. ആ എന്നാ നീ പൊക്കോ. ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുമല്ലേ? ഒരു സപ്പോർട്ടായിട്ട് വന്നേക്കൂ. എന്തായാലും എന്നെ ഇനി ആരും നോക്കണ്ട, ഞാൻ അങ്ങോട്ടില്ല. എടാ നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം, ആശുപത്രിയിലേക്ക് എന്നല്ല ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്. സുഭാഷ കണ്ടിട്ട് പോയേക്കുന്നേ. എനിക്കാണെങ്കിൽ ഇതിന്റെ മോന്ത കാണുമ്പോ മതിലെ പിടിച്ചിട്ട് ഒരക്കാനാ തോന്നുന്നു. മാറവിടെ ആര് ഇപ്പൊ ഒരു ഐശ്വര്യം വന്നിട്ടല്ലേ? സുന്ദരൻ നോക്കി രസിച്ചോ. ഇനി ഇത് മതി നിന്റെ ലുക്ക്. അതെ നിങ്ങൾ ക്യാനിലേക്ക് അല്ലേ? ഞാനത് കൊടുത്തിട്ടുണ്ട്. വാ റെഡിയാ? ഇത് മതിയാവും. മതി. ട്രെയിൻ അടിക്കാതെ മതി എന്ന് ചേട്ടൻ പറഞ്ഞേ. ആ നിങ്ങൾ ശശിയേട്ടൻ പറഞ്ഞു. ആൾ ഇതുവരെയായിട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാ. അവന്റെ കാര്യം നമുക്ക് അറിയാവുന്നല്ല. അവൻ അവിടെ ഓടണം ഇവിടെ ഓടണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഏത് വരിയിലാണ്? ഇതിലെല്ലാം അതോട്ടാ ശശിയേട്ടൻ്റെ കാര്യത്തില്. അതെ നമുക്ക് എന്തായാലും ശശിയേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. ആള് പറഞ്ഞ പോലെ ഒരു സൈഡിൽ നിന്ന് പണിയെന്ന് തുടങ്ങാം. നീ തുടങ്ങുന്നു. ഞാനതേ ആൾക്കാരിൽ പെട്ടെന്ന് എത്തിക്കാനുള്ള വഴി നോക്കട്ടെ. നീ ആ ഹരിനെയും സുനിലും വിളിച്ചിട്ടേ ഒരു റൗണ്ട് ഇറങ്ങാൻ പറ്റുമോ നോക്ക്. എടാ ഇവിടെ ഒരു കുരിപ്പിട്ട വന്നായിരിക്കും. എന്താ ഈ ശശിയേട്ടൻ മൊത്തത്തിലൊന്ന് മുങ്ങിയെടുക്കുന്ന ഫീലില്ലേ? എന്ത് മുങ്ങിയെടുക്കണ്? നീയല്ലേ അവൻ ആശുപത്രിയിൽ വെച്ച് കണ്ടു സംസാരിച്ചത്? അല്ല അതൊക്കെ ഓക്കെ, എന്നാലും എന്തോ ഒരു കള്ളലക്ഷണമുള്ള പോലെ. ആർക്ക്? അതോട്ടാ ഈ ശശിയേട്ടൻ അനിയല്ലേ അനി, ഞാൻ അവൻ ആശുപത്രിയിൽ വെച്ചിട്ട് 2 സ്ഥലത്ത് ഒരേ സമയം മാറി മാറിക്കണം. അതിലെന്തൊരു ബന്ധികേടില്ലേ? അതിലെന്ത് ബന്ധികേട്? ഈ ഭരതൻ നായർക്ക് വല്ല ചിന്ന വീട് സെറ്റപ്പ് ഉണ്ടോ എന്നൊരു. നീ കയറി കയറി എങ്ങോട്ടേ പോണത്? അതെ നിന്റെ ഈ തൊഴുത്തിക്കുത്ത് സ്വഭാവത്തിന് അടി ആരൊക്കെയാണ് ഓങ്ങി വെച്ചേക്കണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അതോട്ടാ ഞാൻ ആ ചെറുക്കനെ ആശുപത്രിയിൽ വെച്ച് 2 സ്ഥലത്ത് ഒരേ സമയം കണ്ടു. എടാ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 2 സ്ഥലത്തും ഒരേ സമയം നീ ഉണ്ടായില്ലേ? അപ്പൊ നീ നീ ഇത് എന്നോട് പറഞ്ഞത് പറഞ്ഞു. ഇനി ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടാ. 2 ഇടത്ത് 2 ഒരാള് എന്നെ വേറെ എടുത്ത് വെച്ചുകൊണ്ട ഞാൻ 2 പറയും. നാളെ ഹർത്താലാവെന്നൊക്കെ പറയണേ. അയ്യോ അപ്പൊ ഞങ്ങളിവിടെ പെട്ടുപോവോ? അങ്ങനെ സ്ട്രോങ് ആകാനൊന്നും വഴിയില്ല. ആ നേഴ്സ് പറഞ്ഞു. ഞാൻ അന്വേഷിച്ച് നോക്കാം. ശിവനെ വിളിച്ചാ. ശശിയേട്ടാ ആരാ ഇവിടെ ഐസില് കിടക്കണേ? ഇപ്പൊ വിളിക്കാം, ഒരു മിനിറ്റ്. എന്തേ? ഞാൻ 2 ദിവസമായിട്ട് പറയണമെന്ന് വിചാരിച്ചതാ. കാര്യം ശരിയാ, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ നടക്കണതൊക്കെ. എന്ന് വെച്ച് അച്ഛൻ ഈ അവസ്ഥയിൽ ഐസിയിൽ കിടക്കുമ്പോ നീ വറുത്തതും ഈ മുട്ട പൊരിച്ചതൊക്കെ കൂട്ടി ചോറുണ്ണുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ശശിയേട്ടന്? വീട്ടിലാണെങ്കിൽ ഓക്കെ, അവിടെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, ഇവിടെ വേണോ? അതുകൊണ്ട് നാളെ മുതൽ അച്ഛന് കൊടുക്കണ കഞ്ഞി തന്നെ മതി ഞങ്ങൾക്കും, അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ അവരൊക്കെ കണ്ട എന്താ വിചാരിക്കുക? അത് വഴിയുണ്ടാക്കാം. എന്നാ നിങ്ങൾ കഴിച്ചിട്ട് കൊണ്ട് വന്നാൽ മതി. എന്നോട് വന്ന ഉടനെ ഡോക്ടറെ ഒന്ന് കാണാൻ പറഞ്ഞിരുന്നു.
ആ മധുട്ടാ അച്ഛനിപ്പോ ആ കിടപ്പ് അങ്ങനെ തന്നെ ഞാൻ ദേ ഭക്ഷണമായിട്ട് ഇങ്ങോട്ട് വന്നാ. അപ്പോ ആശുപത്രിയിലായിരുന്നു നിൽക്കണേ നീ ഇത്തിരി വെള്ളം കരുതേ. അല്ലതേ ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയിരിപ്പുണ്ട്. ഞാനിപ്പോ വിളിച്ചതേ അവിടെ പൂജയുടെ കാര്യത്തിന് എന്ത് ചെയ്യണമെന്ന് ചോദിക്കാനാ. നമ്മുടെ തീരുമാനം അനുസരിച്ചിട്ടേ അടുത്ത് നിന്റെ വീട്ടിലാണല്ലോ. ഓ അങ്ങനെ ഒന്നുണ്ടല്ലേ. ആ 1-2 അടുത്തൊക്കെ നടന്നു. തൽക്കാലം എന്റെ വീട്ടിൽ ഇപ്പൊ നടത്തണ്ട. അല്ലടാ ആശുപത്രി കേസ് അവിടെ നടന്നോട്ടെ, ഞങ്ങൾ വീട്ടിലൊന്ന് പൂജ എടുത്തിട്ട് പോയിക്കൊള്ളാന്ന്. അതല്ല മധുവേട്ടാ, അച്ഛന്റെ കാര്യം ഇത്ര റിസ്ക് ആണ്. ഇന്നോ നാളെ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ എന്റെ വീട്ടിൽ പൂജ നടത്തിയാലേ നാളെ മറ്റന്നാൾ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാലും പണിയാവും. ആൾക്കാർ പിന്നെ ഈ പരിപാടി തിരിഞ്ഞു നോക്കില്ല. ഓ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടല്ലേ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, നമ്മുടെ ബാക്കിയുള്ള മെമ്പർമാരുടെ വീട്ടിലൊക്കെ പൂജ നടത്ത്, എന്നിട്ട് പിന്നെ എന്റെ വീട്ടിലെ കാര്യം നോക്കാം. അതല്ലേ ആ എന്നാ പിന്നെ അങ്ങനെ നോക്കാം. ശരി. ആ അച്ഛാ അതെ, ആരെ പറ്റിക്കാൻ ഈ ഉറക്കം? അച്ഛന് പഴയ പോലെ ക്ഷീണമൊന്നുമില്ലല്ലോ ഇപ്പോ? അത് ശരിയാ, ഇപ്പൊ മനസ്സിനൊരാശ്വാസമുണ്ട്. എന്തോ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോയ പോലെ. ആ ഈ ആശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഭാരമൊക്കെ ദേ ഇവിടെ അങ്ങ് ഏൽപ്പിച്ചാൽ മതി. അച്ഛൻ ഇതുപോലെ തന്നെ ചില്ലായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറെ കാലം കൂടെ സുഖമായിട്ട് ജീവിക്കാം. മനസ്സിലായില്ല. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അച്ഛൻ്റെ മെന്റൽ ഹെൽത്തിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇതുപോലെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് വാർഡിലേക്ക് മാറാം. 2 ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യാം. ഓക്കെ. വലിയൊരു ഹേർഡിലാണ് പുള്ളി ചാടിക്കിടന്നത്. വീട്ടിൽ വല്ല കോലാഹലങ്ങളും. അയ്യോ അതെന്തായാലും നടക്കില്ല. നിങ്ങളിവിടെ വരുന്നവരെ ഞങ്ങൾ തന്നെയാണല്ലോ അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ എങ്ങനെ നോക്കിയോളാം. ഇവിടെ വരുന്ന വരെ ശരി, പക്ഷെ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായേ ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും ശരിയല്ലാന്ന്. ശാന്തിന്റെ പെരുമാറ്റം ഞാൻ അന്ന് കണ്ടല്ലേ. പിന്നെ അമ്മേന്റെ കാര്യം എനിക്ക് നല്ലോണം അറിയാം. അയ്യോ അവരെപ്പോഴും അങ്ങനെയൊന്നും അല്ല പെരുമാറുള്ളത്. അല്ലായിരിക്കും, സമ്മതിച്ചിന്. ഇപ്പൊ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഓരോ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതെ, പക്ഷെ ഈ പ്രശ്നം മാറാൻ പോകുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഈ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യൻ നിങ്ങളെ വീട്ടിൽ എങ്ങനെയാ കഴിയുന്നതെന്ന് അറിയാണ്ട് നമ്മൾ എങ്ങനെയാ മനസ്സമാധാനത്തോടെ ഇരിക്കുക? അപ്പൊ ഡിസ്ചാർജ് ചെയ്ത് കുറച്ച് ദിവസത്തേക്കെങ്കിലും നമ്മളിവിടെ നിൽക്കാം. അച്ഛൻ ഇവിടെ യാതൊരു കുറവും വരില്ല, അത് ഞാൻ ഉറപ്പുതരാം. എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അല്ല ഇവനേതാ? അല്ലെങ്കിൽ അച്ഛനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. കുറച്ചു കാലം കഴിഞ്ഞ് അച്ഛൻ ഓക്കെ ആയാ പിന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാമല്ലോ. അയ്യോ അത് പറ്റില്ല, അച്ഛനെ കൊണ്ട് ഞങ്ങൾ എന്തായാലും സമ്മതിക്കില്ല. ഇനി നിങ്ങൾ അങ്ങനെ അച്ഛനെ കൊണ്ടുപോയാൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. ഡിസ്ചാർജ് അച്ഛൻ എവിടെ നിന്ന് നാട്ടുകാർ ചോദിച്ചാൽ ഞങ്ങളെന്ത് പറയും? അതല്ലേ ഞാൻ പറഞ്ഞു, നമ്മളിവിടെ തന്നെ നിന്നോളാം. മൂപ്പര് അവസ്ഥയായിട്ടൊന്ന് പൊരുത്തപ്പെടുന്നവരെ നമ്മള് കൂടെ തന്നെ ഉണ്ടാവാം. ഞങ്ങൾ പറയണത് ഒന്ന് കേക്ക്. നിങ്ങൾ രണ്ടാളും ഇപ്പൊ വീട്ടിലേക്ക് വന്ന് അവിടെ എന്താ നടക്കാന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയില്ല. അതുകൊണ്ടാ നമ്മളെ കുറിച്ച് ഓർത്ത് എനിക്ക് യാതൊരു വേവലാതിയും ഇല്ല. അതുപോലെ നമ്മളിപ്പോ അവിടെ താമസിക്കാനൊന്നുമല്ലല്ലോ വരുന്നേ. മൂപ്പര കാര്യം രാവിലെ തൊട്ട് രാത്രി വരെ നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്നോളാം. പിന്നെ കിടക്കേണ്ട കാര്യമല്ലേ, അതിന് പുറത്ത് വേണമെങ്കിൽ നമ്മളൊരു മുറി നോക്കാം. ഇവിടെ പുറത്ത് താമസിക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ വേണ്ട. അത് ഇവനെ കൊണ്ട്. ഞാനെന്നാ വേറൊരു കാര്യം പറയാം. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്നു, ഇവൻ തിരിച്ച് ശ്രീകണ്ഠാപുരത്തേക്ക് അങ്ങോട്ട് വെച്ചാൽ അതൊന്നും പറ്റില്ല. അമ്മയുടെ ഒറ്റയ്ക്ക് നിങ്ങളുടെ അടുത്ത് ആക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ അവിടെ നിൽക്കും. ഓ മോനെ ഞാനൊന്ന് പോകട്ടെ. ടിപ്പ് ഇങ്ങോട്ട് ചില്ലറൊന്നും എടുത്തിട്ടാ. അച്ഛാ, അച്ഛന് കുടിക്കാൻ വല്ലതും വേണം? വേണ്ടടാ. ആംബുലൻസ് ഒക്കെ പോണണ്ടല്ല. അച്ഛൻ വന്നാ പോയാ? ഏയ് വന്നതാ ഉള്ളൂ, പോയതാവില്ല. പോയതാണെങ്കിൽ ഇതായിരിക്കില്ലല്ലോ ഇവിടുത്തെ അന്തരീക്ഷം. 「നീ അവനൊന്ന് ശ്രദ്ധിച്ചു നോക്കി, മൊത്തത്തിലാകെ ഒരു മാന്യത.
അത് വീട്ടുകാരെ കുപ്പിലാക്കിട്ടേ നാട് വിടാനുള്ള പരിപാടി ആയിരിക്കുള്ളൂ. 10-ാം തീയതി വഴുതക്കാട്ട ടീമായിട്ട് മാച്ച് വെച്ചിട്ടുണ്ട്. നിനക്ക് വരാൻ പറ്റുമോ? എടാ ആളില്ലടാ, നീ വെറുതെ ജയിച്ചിട്ട് വന്നാ മതി. എടാ ഗോളൊന്നും അടിക്കണ്ടാന്ന്. അവൻ ജന്മം പോയ വായ തുറക്കണ്ടോ നോക്കിയേ. നീ ഓരോ ശ്രദ്ധിച്ചു നോക്കിയടാ, പഴയ ഡിസ്കോ രവീന്ദ്രന്റെ ഒരു ലുക്കില്ലേ? ശശി, നീ അവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നേ. അല്ലെങ്കിൽ ഓരോരുത്തരും മിണ്ടാനും പറയാൻ അകത്തേക്ക് കയറി വന്ന കാര്യങ്ങൾ കഴിയുന്ന പോകും. ചേട്ടൻ ഒന്ന് വിളിച്ചോ? ഏയ് ഞാനൊന്നുമില്ല. എനിക്ക് അല്ലെങ്കിൽ തന്നെ ചിരിച്ചുകൊണ്ട് വിളിക്കണോ ദേഷ്യത്തോട്ട് വിളിക്കണോ എന്നൊരു കൺഫ്യൂഷൻ. നീ അങ്ങ് വിളിച്ചാൽ മതി. ചെല്ലടാ. ഇവിടെ തന്നെ നിൽക്കുമായിരുന്നോ? വരൂ. മോനെ ബാഗ്. ശശിയേട്ടാ എൻ്റെ സ്പേസ് ഇനി താഴെ പോയി കിടക്കാം. ശരി. നിങ്ങൾക്ക് ഇനി ഈ മുറി ഉപയോഗിക്കാം. പിന്നെ വീട് വിട്ട് അധികം പുറത്തിറങ്ങണ്ട. പിന്നെ ജനലും വാതിലൊന്നും തുറക്കാനും നിൽക്കണ്ട. ഇവിടുത്തെ അവസ്ഥയൊക്കെ മനസ്സിലായി കാണുമല്ലോ. എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. നമ്മളെ കാരണം നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എൻ്റെ പൊന്നമ്മ, ഞാൻ പറയണമെന്ന് കേക്ക്. വലിയൊരു ഹർഡലാണ് അച്ഛനിപ്പോൾ ചാടി കടന്നിരിക്കുന്നത്. റിവഞ്ച് എടുക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രശ്നക്കാരെന്നുള്ള ധാരണയിലാണ് അവരിങ്ങോട്ട് വന്നിട്ടുള്ളൂ. അതങ്ങനെ അല്ലാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരങ്ങ് പൊക്കോളും. അതുവരെ എല്ലാവരും ഒന്ന് അടങ്ങ്. പിന്നെ വേറൊരു കാര്യം, ഇനി നാട്ടുകാർ മാത്രമല്ല ബന്ധുക്കൾ പോലും ഈ കോമ്പൗണ്ടിൽ വരാതെ നമ്മൾ സൂക്ഷിക്കണം. ശശിയേട്ടാ, ഒരാളെ വിളിക്കേണ്ടി വരും. ഇതിങ്ങനെ കേലാണ് വെള്ളം വരും. കണ്ട അറിയാം. എത്രേ? അത് ശശിയേട്ടൻ എന്തെങ്കിലും തന്നാൽ മതി. നമ്മൾ തമ്മിലിപ്പോൾ എന്തിനാ ഒരു കണക്ക്? 500 കുറയണ്ട കേട്ടോ. എന്നാ വെച്ചോ. അപ്പോ യൂറോപ്യൻ ക്ലസ്റ്റൊക്കെ ആയ സ്ഥിതിക്ക് ഇനി പാവങ്ങളെ കണ്ടാ മിണ്ടോ? പോടാ. അശോകേട്ടൻ ഇവിടുത്തെ റൂം അല്ല അല്ലേ? അടുക്കളയിൽ സിങ്ക്. നാളെ ഇരിങ്ങാലക്കുടയിലാണ് പണി. അപ്പൊ എല്ലാം കൂടെ തീർത്തിട്ട് പോകാന്ന് ചോദിച്ചു. വരണേ. ഇവിടെ ആവശ്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലേ. ശരി. അപ്പൊ ശരി എന്നാ. ബൈ ബൈ. സുഭാഷ്. ഹലോ ശശിയേട്ടാ, നിങ്ങളെവിടെ? ഞാനിവിടെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല അച്ഛനെ. അത് ഞങ്ങള് ഡിസ്ചാർജ് ആയി പോകുന്നു സുഭാഷ്. ഓ പോന്നാ? അതാണ് ഞാൻ ഇവിടെ പലയിടത്തും നോക്കിയിട്ട് കാണാനില്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരട്ടെ അച്ഛനെ കാണാൻ. ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നേ. വേണ്ട, ഞങ്ങളത് വന്നല്ലേ ഉള്ളൂ. പിന്നെ ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് അധികം വിസിറ്റേഴ്സിനെ വീട്ടിലേക്ക് വരുത്തണ്ടെന്ന്. അല്ല, നമ്മളൊക്കെ എപ്പോഴും കാണുന്ന ആൾക്കാരല്ലേ ചേട്ടാ. ഈ ഒരു അവസ്ഥയിൽ ഞാൻ വന്ന് കണ്ടില്ലെങ്കിൽ ചെന്നത് ഫീൽ ചെയ്താലോ? അതൊന്നും കുഴപ്പമില്ല സുഭാഷേ. പാരലൈസ് ആയ ആളല്ലേ, ഫീലൊന്നും അറിയില്ല. അല്ല പിന്നെ നമ്മുടെ ആ ചെറിയ അരിമ്പൂരുള്ള അവരൊക്കെ പോയാ? അവര് പോയല്ലോ, ഡിസ്ചാർജ് ആയ ഉടനെ പോയി. ആണല്ലേ? എന്നാ പിന്നെ ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക ചേട്ടാ. തീർച്ചയായും. നീ എവിടെയാടാ പോയേ? ഞാനവനല്ല, മറ്റവനാണ്. അയ്യോ, എനക്ക് തെറ്റിപ്പോയത് അവന്. ഞാൻ പെട്ടെന്ന് അജയനാന്ന് വിചാരിച്ചതാ. അല്ലല്ല, അരുണാണ്. മനസ്സിലായി. ഇവിടെ എല്ലാം ഷാർട്ട് ടീംസാണ്. ശാന്തി, ശശി, ശ്രീലത, അങ്ങനെ ഞാൻ മാത്രമേ ഉള്ളൂ ആയിട്ട്. അതിന് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്കൊരു ഘോഷും കൂടി കൂടുതലുണ്ട്, അരുൺ ഘോഷ്. അത് ഇവിടെയുണ്ട്, അജയ് ഘോഷ്. അതുകൊണ്ടല്ലേ? മോനെ, അത് ഓൻ്റെ വലയിൽ കൊടുത്തേക്ക്. നമ്മളിവിടെ വന്ന് മോന് ബുദ്ധിമുട്ടായില്ലേ? ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ കട്ടിലിൽ കിടക്കണ്, താഴെ സോഫ കിടക്കണ്, ബാക്കിയെല്ലാം ബുദ്ധിമുട്ട് ഒരുപോലെ തന്നെയാണ്.
പിന്നെ ഇവിടെ ഏറ്റവും സമാധാനമുള്ള സ്ഥലം ഇതാണ് കേട്ടോ. ഞാൻ ഫുൾ ടൈം ഇവിടെ ഇരിക്കും. പിന്നെ രാത്രിയാകുമ്പോൾ ഓടുമ്പുറത്തൊക്കെ കയറി പാട്ടൊക്കെ കേട്ട് അങ്ങനെ അങ്ങോട്ട്. ഈന്റെ മോളിലാ? ആ അടിപൊളിയാണ്. ശരി. ബ്രോ എന്താ പരിപാടി? ഞാൻ MSc കെമിസ്ട്രി എഴുതി കഴിഞ്ഞ് ഇപ്പോൾ PSC എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. ആ ഞാനും PSC ആണ്. 5 മുമ്പ് തുടങ്ങിയതാ. ഇപ്പോഴും അങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്. ബ്രോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ പഠിക്കണട്ടാ, സെറ്റാക്കാം. അതെ, ഓർഗാനിക് കെമിസ്ട്രി ബുക്ക് വല്ലതുണ്ടാവോ? ഞാൻ വന്നപ്പോൾ എടുത്തില്ലായിരുന്നു. അതല്ല ഉദ്ദേശിച്ച്, ഞാൻ ഡ്രസ്സ് ട്രൗസറും ബനിയാനാണ് ഉദ്ദേശിച്ചത്. അത് ഞാൻ പറയാം. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ചേട്ടാ, ഞാൻ സെറ്റ് ചെയ്തോളാം. എന്നാ നടക്കട്ടെ, ഫുഡ് കഴിച്ചോ. ശരി. 25 ലക്ഷം? ആ എയ്ഡഡ് അല്ലേ, ഡെപ്പോസിറ്റ് ആയിട്ടാ. അത് മനസ്സിലായി. അപ്പൊ ഈ NSS വഴിയുള്ള പുഷ് ചെയ്താൽ ജോലി ഉറപ്പിക്കാന്നേ ഉള്ളൂ. ഡെപ്പോസിറ്റ് ഒഴിവാക്കാനൊന്നും പറ്റില്ല. അതിപ്പോ ഏത് വഴി നോക്കിയാലും ഡെപ്പോസിറ്റ് അവർ പറയണ കാശ് നമ്മൾ കൊടുക്കേണ്ടി വരും. സ്ഥിരം ജോലിയല്ലേ, കാശ് കൊടുത്ത് കയറാൻ ഒരുപാട് പേരുണ്ടാവും. നീ നിന്റെ വഴിക്ക് നോക്ക്, ഞാനും നോക്കാം. ഈ വന്ന ടീം എത്ര കാലം ഉണ്ടാവും? അച്ഛൻ ഓക്കെ ആവുന്ന പറയുന്നൊക്കെയാ പറഞ്ഞത്. ഈ ഓക്കെ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. വേറൊന്നുമല്ല, നിന്റെ വണ്ടയിലും അത് തന്നെ ഓടുന്നെന്ന് എനിക്കറിയാം. എന്ത് പാർട്ടീഷൻ? അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരു വിഹിതം അവർക്ക് കൊടുക്കണം. അവിഹിതത്തിനും വീതം ഒരു മാതോലിയില്ല. ഈ കാണുന്നതൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തത് ഞാനാ. ഒരു ബന്ധമില്ലാണ്ട് ഇതിന്റെ ഇടയിൽ കയറി വന്നിട്ട് അവർക്ക് ഇതിന്റെ വീതം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ ബന്ധമുണ്ട് ശശിയേട്ടാ, അതല്ലേ പ്രശ്നം. ശ്രീകണ്ഠപുരത്ത് അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുപോട്ടെ, ഇവിടെ നോക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ കാണുന്ന വസ്തുക്കളൊക്കെ അച്ഛൻ്റെ പേര് തന്നെയാണോ? ഉണയിച്ച ഇനി ഈ വധൂരി എന്തെങ്കിലും കേട്ട് കാണോ? കേട്ട് കാണില്ല. നല്ല ഉയരമുള്ളതങ്ങല്ലേ, എത്തൂല സൗണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യമാണ്. അച്ഛൻ്റെ ആദ്യ ഭാര്യ നമ്മുടെ അമ്മയാണെന്നുള്ളതുകൊണ്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഷ്ടപ്പെട്ടുള്ളത് നമ്മളായതുകൊണ്ടും ഈ നോർമൽ ഷെയർ പരിപാടി ഒഴിവാക്കി എന്തെങ്കിലും ചെറിയ ചില്ലറ കൊടുത്ത് അവരെ പറഞ്ഞുവിടാനുള്ള പരിപാടി നമുക്ക് നോക്കാം. എങ്ങനെ? ഒന്നുമില്ല, നമ്മുടെ അമ്മയാണ് സീനിയർ എന്നുള്ളത് കാണിക്കാം. ബാക്കി ഏതെങ്കിലും നല്ലൊരു വക്കീലിനെ ഏൽപ്പിച്ച് അവർ നോക്കിക്കോളും. നമ്മളെ പോലെ അല്ലല്ലോ, അവരുടെ തലയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധി ഉണ്ടാവില്ലേ. ഇതൊക്കെ അച്ഛൻ്റെ കാലശേഷമല്ലേ? അല്ലെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ ഇതൊന്നും പറഞ്ഞോട്ട് അങ്ങോട്ട് ചെല്ലണ്ട. ഹോസ്പിറ്റലിൽ നമ്മളെ കാണാൻ പോയ പോലെ അവർക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞോട്ട് എന്നെ അങ്ങോട്ട് കയറ്റി വിട്ടത്, മനസ്സിലായോ? പക്ഷേ അമ്മയുടെ സീനിയോറിറ്റി തെളിയിക്കുന്ന ഒരു പ്രൂഫ് എത്രയും പെട്ടെന്ന് എടുത്തു നോക്കണം. അതിപ്പോൾ ഈ രണ്ടു കൂട്ടരുടെയും മാരേജ് സർട്ടിഫിക്കറ്റ് കമ്പയർ ചെയ്താലും മതി. അച്ഛൻ്റെ ട്രങ്കോട്ടി എവിടെയാ? അത് അവിടെയാ. ഓ, ഇവിടെ ഒന്നും ഇല്ല. നീ എന്താ നോക്കുന്നത്? നീ 10ാം ക്ലാസ് പാസ്സാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആവശ്യമുള്ളത് നോക്കും മനുഷ്യ. നിങ്ങൾ എന്തായി നോക്കുന്നേ? എടാ, എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ എന്നോട് പറ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ എന്തിനാ ഇതിനൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ കല്യാണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട്. കല്യാണ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ലടാ. ആ കാലത്തെ ഈ രജിസ്ട്രേഷനെ പറ്റിയൊന്നും വലിയ ധാരണയില്ലായിരുന്നല്ലോ. താലി കെട്ടി കൂടെ കൊണ്ടുവന്നു, ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. ഒരു ഫോട്ടോ പോലും? അമ്മയ്ക്ക് ഉറപ്പുണ്ടോ സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ടെന്ന്? അതിവിടെ എവിടെയെങ്കിലും കാണുവാടാ. അമ്മ അത് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാ ഒരു കല്യാണം ആകുമ്പോ എടുക്കുന്നതല്ലേ ഇതൊക്കെ. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു ആവശ്യം വരാത്തോണ്ട് കണ്ടതായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ അത് ഇവിടെ എന്നാലും തപ്പല് നിർത്തിക്കോ. നിങ്ങളുടെ കല്യാണത്തിന് അങ്ങനെ ഒരു സാധനം എടുത്തിട്ടില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു. രജിസ്ട്രേഷൻ പോയിട്ട് ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. അയ്യോ, ആ ഇനി അവിടെ എന്താണോ? മോൻ ചോദിച്ച നമ്മളെ കല്യാണ സർട്ടിഫിക്കറ്റ്.
നോക്കട്ടെ അമ്മ ആൽബം ആണെങ്കിൽ നമ്മുടെ ശ്രീകണ്ഠപുരത്തെ വീട്ടിലുണ്ട്. ആൽബം ഉണ്ടോ? അച്ഛാ അച്ഛോ അച്ഛാ, ഊട്ടിയിലൊക്കെ ഈ ആൾക്കാർ പറയുന്ന പോലെ ഭയങ്കര തണുപ്പാണോ? ആ, ഞാനൊക്കെ പോയ ടൈമിൽ കൊടും തണുപ്പാ. സ്വെറ്റർ ഇടാതെ ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെ രസമായിട്ടോ. നിങ്ങൾ ഇതുവരെ ഊട്ടിയിലൊന്നും പോയിട്ടില്ലല്ലേ? ഊട്ടി പോയിട്ട് ഈ വീട്ടിലാരും ഊട്ടി എന്ന് പറയാറ് പോലും ഇല്ല. അതുപോട്ടെ അച്ഛാ, അച്ഛനെ അമ്മ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് എങ്കിലും എടുത്തു വെച്ചുകൂടായിരുന്നോ? അല്ല, ഒരു ഫോട്ടോ എങ്കിലും. എടാ, ഞാൻ പറഞ്ഞില്ലേ, അന്നതൊന്നും അറിയാനും പാടില്ലായിരുന്നു, പറഞ്ഞു തരാനും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അറിയാതെ പറ്റിപ്പോയൊരു തെറ്റാ. എന്നിട്ട് രണ്ടാമത് കിട്ടിയപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തല്ലോ. എടാ, ഒരു തവണ പറ്റിയ തെറ്റ് രണ്ടാമത് വരുമ്പോൾ നമ്മൾ ആവർത്തിക്കുമോ? ആവർത്തിക്കോ? രുക്മിണി, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ സരസ്വതി, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ വലിയ കൊമ്പത്തേറി നാട്ടിൽ കണ്ടും കാട്ടി മുൻപേ നടന്നവർ പിന്നെ പിന്നെ പയ്യെ പമ്മി പമ്മി നീണ്ട മണ്ട താഴ്ത്തി കൂട്ടിലൊതുങ്ങിയോ. ഇക്കളി നാളെ കയ്യിൽ നിന്നും തെറിക്കുമോ? കാണാ കപ്പലിലേറി മാനം ദൂരെ ഒടുങ്ങുമോ? ഇന്നിതുവരെയും കെട്ടിപ്പൊക്കും സകലതും പടയിടിഞ്ഞു പൊളിഞ്ഞു പൊടിഞ്ഞു തകരുമേ. വലിയ കൊമ്പത്തേറി നാട്ടിൽ തട്ടി കാട്ടി മുൻപേ നടന്നവർ പിന്നെ പിന്നെ പയ്യെ പമ്മി പമ്മി നീണ്ട മണ്ട കാട്ടി കൂട്ടിലൊതുങ്ങിയോ. കഴിച്ചു മാത്രം കഴി വെച്ചാൽ എന്താണ് നിനക്ക്? ഞാനല്ല, അതെന്റെ പ്ലേറ്റാണ് ചേച്ചി, ഞാൻ കഴിക്കോളാം. കഠിന കഥ ഇതിൽ നാവായ നാവിലെ ചോദ്യങ്ങൾ മാരക പാമ്പാവും പോലെ ഒളിച്ചു മറച്ചത് എങ്ങാനും നാളെ പാട്ടായി തീർന്നാൽ എന്തോ ഒളിക്കുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാ. അതെന്റെ ബെസ്റ്റിയാണ്. നീ കേട്ടല്ലോ കേട്ടാലും ഉണ്ടല്ലോ എന്തേലും കണ്ടാൽ തന്നെ ചുറ്റാതെ പോണേ. മച്ചിന്മേലൊച്ചപ്പാട് വെപ്രാളത്തത്രപ്പാട് കണ്ണൊന്നു ചിമ്മാൻ പോലും കഴിഞ്ഞോ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. വമ്പന്മാരായി വലിയ കൊമ്പത്തേറി നാട്ടിൽ തണ്ടും കാട്ടി മുൻപേ നടന്നവർ പിന്നെ പിന്നെ പയ്യെ പമ്മി പമ്മി നീണ്ട മണ്ട താഴ്ത്തി കൂട്ടിലൊതുങ്ങിയോ. ഇക്കളി നാളെ കയ്യിൽ നിന്നും തെറിക്കുമോ? കാണാ കപ്പലിലേറി മാനം ദൂരെ ഒടുങ്ങുമോ? ഇന്നിതുവരെയും കെട്ടിപ്പൊക്കും സകലതും പടയിടിഞ്ഞു പൊളിഞ്ഞു പൊടിഞ്ഞു തകരുമേ. വമ്പന്മാരായി വലിയ കൊമ്പത്തേറി നാട്ടിൽ തണ്ടും കാട്ടി മുൻപേ നടന്നവർ. എന്തായി?
നിന്റെ PSC? LDCയും സെക്രട്ടറി ടെസ്റ്റിന്റെയും റിസൾട്ട് വരാണ്ടിച്ചാ. അയ്യോ, നിന്റെ സാരി എന്താ നരച്ചു പോയോ? ഇതേത് സാരി? ഇത് എന്റെ സാരിയല്ല. അതെന്റെയാ. താങ്ക്സ്. വെൽക്കം. മോനെ, എന്നെ ഒന്ന് പുറത്തോട്ട് വെക്കടാ. ഇവിടെ ഇരുന്ന് മടുത്തു. അവിടെ കൊപ്രോത്താമനെ കോഴീന്ന് പറഞ്ഞേക്ക്. കാത്തിരുന്നാത്തിന്ന് പറയണേ നല്ല രസമുള്ള പരിപാടിയാണ്. അച്ഛന് ഈ ഷിഫ്റ്റ് നോക്ക്. ഞാനേ വൈകിട്ടത്തെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ. ചേട്ടാ, ഒരു മാനലബ്ധി പുഷ്പാഞ്ജലി. പിന്നെ പിന്നെ പയ്യെ പമ്മി പമ്മി നീണ്ട മണ്ട താഴ്ത്തി കൂട്ടിലൊതുങ്ങിയോ കളി നാളെ കയ്യിൽ നിന്നും കാണാ കപ്പലിലേറി മാനം ദൂരെ ഒടുങ്ങുമോ എന്നിതുവരെയും കെട്ടിപ്പൊക്കും സകലതും പാടെ ഇടിഞ്ഞു പൊളിഞ്ഞു പൊടിഞ്ഞു പകരുമേ വലിയ കൊമ്പത്തേറി നാട്ടിൽ തള്ളം കാട്ടി മുൻപേ നടന്നവർ പിന്നെ പിന്നെ പയ്യെ പമ്മി പമ്മി നീണ്ട മണ്ട കാട്ടി കൂട്ടിലൊതുങ്ങിയോ. കൊള്ളാം. വാ. എങ്ങനെയായിരുന്നു അച്ഛനുമായിട്ട്? അല്ല, അച്ഛനായിട്ടുള്ള കല്യാണം എങ്ങനെയാ നടന്നേ? അത് ഇതെൻ്റെയും രണ്ടാം കല്യാണേനോ. ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് 7-8 മാസം കഴിഞ്ഞപ്പോൾ തന്നെ മൂപ്പര് മരിച്ചു. നിമോണിയേനു. ആടുന്ന് ഏകദേശം ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ അച്ഛൻ്റെ പരസ്യം പത്രത്തിൽ കാണുന്നത്. എന്ത് പരസ്യം? തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചിതനായ യുവാവ് പുതിയ ബന്ധം നോക്കുന്നെന്നും പറഞ്ഞു. മാതൃഭൂമി കണ്ണൂർ എഡിഷനിൽ ഉണ്ടേനു പരസ്യം. വിളിച്ചു നോക്കിയപ്പോൾ മൂപ്പർക്ക് ആടെ തന്നെയാ താമസവും ജോലിയും പിന്നെ പറയത്തക്ക ബന്ധുക്കളാരുമില്ല. ഞങ്ങൾക്കും അങ്ങനെ തന്നെയേനു. എല്ലാം കൊണ്ടും ചേരുന്നതെന്ന് തോന്നിയപ്പോൾ എൻ്റെ അച്ഛൻ അതങ്ങ് ഉറപ്പിച്ചതാ. എന്തുകൊണ്ടാ ആദ്യത്തെ ഭാര്യ ഡിവോഴ്സ് ആക്കിയെന്ന് അച്ഛൻ എപ്പോഴെങ്കിലും പറഞ്ഞായിരുന്നോ? അത് ആദ്യ ഭാര്യയ്ക്ക് എന്തോ മാനസികമായിട്ട് ചെറിയ കുഴപ്പങ്ങളുള്ളതുകൊണ്ട് ബന്ധം ഒഴിവാക്കേണ്ടി വന്നു എന്നാ മൂപ്പര് നമ്മളോട് പറഞ്ഞ്. അപ്പൊ അബദ്ധമല്ല അല്ലേ? മര്യാദയ്ക്കൊരു കല്യാണം കഴിച്ചിട്ട് പിന്നെ വേറെ ബന്ധത്തിൽ പോകുന്നതിനല്ലേ അവിഹിതം എന്ന് പറയുന്നേ. ഇപ്പൊ ഇവിടെ മര്യാദയ്ക്ക് കല്യാണം കഴിച്ചിരിക്കുന്ന അവരെയാ. അപ്പൊ നമ്മുടെ അമ്മ അവിഹിതമാണോ? അല്ലേ? രണ്ടാമത് റൂട്ട് മാറി പോകുന്നതല്ലേ അവിഹിതം? നമ്മുടെ അമ്മ ഫസ്റ്റ് അല്ലേ? അതിന് പ്രൂഫില്ലല്ലോ. അമ്മയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അച്ഛൻ്റെ ആരാ? മക്കൾ തന്നെയല്ലേ. അമ്മ ഭാര്യ അല്ലെങ്കിൽ നമ്മൾ എന്ത് മക്കള്? കഞ്ഞി തിളച്ചിരിക്കുക, തലേ കൂടെ കൊതി ഒഴിക്കും. ഓറങ്ങിയിരുന്ന് കൊണുന്നാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്.
ഒരു വെള്ള പൂച്ച അവിടെ അങ്ങനെ നിൽപ്പുണ്ടോ നോക്കേ. എവിടെ? അവിടെ അതവിടെ നിൽപ്പുണ്ട്. എന്തെടുക്ക? ആ പിറകു പിറക്കി ചുറ്റും കറങ്ങി കിടപ്പുണ്ട്. ഓ, കറങ്ങി കിടപ്പുണ്ടോ? നീ അങ്ങോട്ട് പോവാ? ഞാൻ പറമ്പിലേക്ക്. എടാ, ഇത് കഴിച്ചു കഴിഞ്ഞിട്ടേ എന്നെ ഒന്ന് പുറത്തോട്ടിറക്ക. ഇതിനകത്തിരുന്ന് മടുത്ത്. മക്കളോട് പറഞ്ഞാൽ മതി. രണ്ടു മാസം കൂടുമ്പോഴൊക്കെ അച്ഛൻ വരാറുള്ളു. കറക്റ്റായിട്ട് അപ്പം തന്നെ പ്രോഗ്രസ് കാർഡും മാർക്ക് ലിസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഓരോന്നും പറഞ്ഞ് വെറുത്ത് ചെയ്വിത ലഭിക്കില്ല പുള്ളി. ഞാൻ പഠിക്കാൻ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് മൂപ്പരായാലും ഇടപെടാറില്ല. പിന്നെ ആകെ നിർബന്ധിച്ച് ജയിക്കുന്നത് കൊല്ലത്തിൽ 1 വർഷം ശബരിമല കയറ്റും. അതാണല്ലേ ഇവിടെ എല്ലാ കൊല്ലവും അരവണയപ്പോ കിട്ടാറുണ്ടോ? അതായിരിക്കും. ആ ശശിയേട്ടൻ പറഞ്ഞു നിങ്ങളുടെ ഒരു ട്രിപ്പ് പോയ ഫോട്ടോ ഉണ്ടെന്ന്. അത് സമ്മർ വെക്കേഷനിൽ എങ്ങോട്ടെങ്കിലും പോകാറുണ്ട്. നിങ്ങൾ പോകാറില്ലേ? ഇവിടെ ട്രിപ്പ് പോകണം മൈൻഡൊന്നും എല്ലാവർക്കും. പിന്നെ ആകെ ഔട്ട് ഓഫ് കേരള പോയേക്കണ ഞാനാണ്. പണ്ട് സ്കൂളിൽ പഠിക്കണ കാലത്തെ ഒരു വട്ടം കൊടക് പോയിട്ടുണ്ട്. പിന്നെ 2-3 കോളേജിലായിട്ട് ഒരു 3 വട്ടം പിന്നെയും കൊടക് പോയിട്ടുണ്ട്. പിന്നെ കൊടക് അത്രേ പോയിട്ടുള്ളൂ. തുടങ്ങി. നീ വേണം പുറത്തേക്ക് ഇറങ്ങിയേക്കോ, പറഞ്ഞാലും മനസ്സിലാവില്ല ഇവനൊന്നും. കോളേജിലെ അഡ്മിഷൻ നേരത്ത് അച്ഛനാണ് വന്നിരുന്നത്. അപ്പൊ ആപ്ലിക്കേഷൻ ഫോമിൽ ഒട്ടിക്കാൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെച്ചപ്പോ എൻ്റെ ഉണ്ടായില്ല. എന്നിട്ട് അച്ഛൻ്റെ ചെറിയായിട്ടൊന്ന് ഉറപ്പിച്ചപ്പോ തന്നെ പുള്ളി പേടിച്ചിന്ന് ഫോട്ടോ എടുത്ത് കൊടുത്തു. എനിക്ക് ഉറപ്പാണ് ഞാൻ ജീവിതത്തിൽ അങ്ങനെ ഒരു ഫോട്ടോന് പോസ്റ്റ് കൊടുത്തിട്ടില്ല. എന്നിട്ട് കാര്യം ചോദിച്ചപ്പോ പുള്ളി എന്നെ ഫോട്ടോനാക്കി ട്രാക്ക് വാങ്ങിച്ചാ. ഇത് ഞാനാ. എന്റെ കോളേജ് ഐഡിയിൽ ഈ ഫോട്ടോ തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ അച്ഛനെ ട്രിപ്പ് ആയി കളഞ്ഞാ. എടാ എന്തായാലും എൻ്റെ ഇടയിൽ നിന്റെ ഫോട്ടോ ആണല്ലോ. കുറച്ച് സപ്ലൈ ഒക്കെ ചെയ്തണ്ടായി. അപ്പൊ അതങ്ങോട്ട് എഴുതിയെടുക്കാൻ പറ്റില്ലല്ലേ? കുഴപ്പമില്ല. ഇവിടെ വന്നേ. നീ എന്തിനാ അവനെ കൊണ്ട് പുറത്തിറങ്ങിയത്? അല്ല ഗോപേട്ട നോക്കിയിട്ട് കണ്ടില്ല. അപ്പൊ ഒരു ഹെൽപ്പിന്. അപ്പൊ അവനെ കൊണ്ട് അങ്ങ് ഇറങ്ങിയേക്കണോ അല്ലേ? ആരെങ്കിലും കണ്ടാ എന്തായനെ? അല്ല അതിനാരും കണ്ടിട്ടില്ല ജി. കണ്ടവരൊക്കെ നിന്നോട് പറഞ്ഞിട്ടാണല്ലോ പോകുന്നേ. ഇവിടെ ഒരു നോട്ടം കിട്ടിയാൽ മതി, നാട്ടുകാർക്ക് അറിയാലോ. എന്താ ജി? ഇവന്മാർ രണ്ടും കൂടെ പുറത്തിറങ്ങിയിട്ടാണ് കമ്പനി കൂടുതൽ. ഇവിടെ അകത്തൊന്നും സ്ഥലമില്ലാത്ത പോലെ. ചേച്ചി നോക്കാം, ഞാൻ പറഞ്ഞോളാം. എൻ്റെ അടുത്ത് 10-24 വയസ്സായില്ലേ. ഇവിടെ ഞങ്ങൾ ഈ പറയണ എന്താന്ന് മനസ്സിലാക്കാനുള്ള ബോധം നിനക്കായില്ലേ? ഗോപേട്ട അതിനവിടെ നിന്ന് ആരും കാണൂലെന്ന്. അല്ല ഇപ്പൊ കണ്ടാത്ത പ്രശ്നം. നിങ്ങൾ എന്തിനാ നാട്ടുകാരെ പേടിക്കണേ? എടാ നീ നിന്റെ കാര്യം മാത്രം നോക്കി നടക്കണമെന്ന് നിനക്ക് പേടിക്കാനൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ എങ്ങനെയാണോ? ഞങ്ങൾ നാട്ടുകാരുടെ എല്ലാവരുടെയും കാര്യത്തിൽ തലയിടുന്നുണ്ട്. അവർ തിരിച്ചും തലയിടുന്നുള്ള നല്ല പേടി ഇവിടെ എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ അകത്തിരുന്ന് സംസാരിച്ചോ, എത്ര വേണം സംസാരിച്ചോ. നിനക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ വേറെ വഴിയില്ല മോനെ, അവസ്ഥയാണ്. അടുത്ത റൗണ്ട് കേറാറായി. സൂര്യ വിളിക്കണ്ടേ? വേണോട്ടെ. തെങ്ങിക്കറുന്ന മെഷീൻ വല്ല റണ്ണ് കിട്ടുമെന്ന് നോട്ടെ. ഇനി ഇതിന്റെ പേരിൽ ആരെയും ഇങ്ങോട്ട് അടുപ്പിക്കാൻ നിൽക്കണ്ട. നമുക്കറിയാം. ആ കേസ് വിട്ടേക്ക്. അച്ഛൻ്റെ സപ്തതി ഇങ്ങ് അടുക്കാറായി. നാട്ടുകാരെയൊക്കെ വിളിക്കണ്ടേ? പരിപാടി ചെറിയ രീതിയിൽ നടത്തുന്നുള്ള പറഞ്ഞ് നാട്ടുകാരെ ഒഴിവാക്കാം. പക്ഷെ കുടുംബക്കാരെ വിളിക്കേണ്ടി വരില്ലേ? എടാ സപ്തതി ആഘോഷിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചാൽ പോരെ, ഒരു പിണ്ണാക്കം വേണ്ട. തൽക്കാലം ആര് ചോദിച്ചാലും അച്ഛനൊന്ന് ഉഷാറായിട്ട് ഇതിനെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയേക്കും. അല്ലെങ്കിൽ മനുഷ്യരോട് ഇളകിയിരിക്കുക. അതിന്റെ ഇടയിലാണ് ഇവിടെ എല്ലാവരും കൂടെ കൂട്ടി വിളിച്ച് സദ്യ കൊടുക്കല്. നല്ലൊരു വക്കീലിനെ കാണണം. ഉള്ള മുതൽ കയ്യിൽ പോകാതിരിക്കാൻ എന്ത് കളി കളിക്കുന്നത് അങ്ങേരോട് ചോദിക്കാം. എന്റെ പൊന്ന് അശോക് ഏട്ടാ, സംഗതി വക്കീലാണ്, എത്തിക്സ് ഉണ്ടാവും എന്നൊക്കെ ശരിയാണ്. പക്ഷെ ഏതെങ്കിലും ഒരു സഭയിൽ ഇരിക്കുമ്പോഴേ നിങ്ങളിത് മനസ്സിൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ കാര്യം എല്ലാവരോടും വിളമ്പിയാല് സംഭവം ആ വഴിക്കങ്ങ് പോകും. നമുക്ക് വലിയ പിടുത്തില്ലാത്തൊരു ഏരിയ ഇത്. നമ്മൾ തമ്മിൽ ചർച്ച ചെയ്ത് വെറുതെ ടെൻഷൻ കൂട്ടാന്നല്ലാതെ ഒരു എക്സ്പേർട്ടിനെ കാണുന്നത് തന്നെയാണ് നല്ലത്. ജയദേവൻ സാർ വിളിച്ചായിരുന്നു.
കട്ടായിപ്പോയി. നിനക്കതങ്ങ് എടുക്കായിരുന്നില്ലേ? ഞാൻ എടുത്തപ്പോഴത്തേക്ക് കട്ടായിപ്പോയി. ഒന്ന് തിരിച്ചു വിളിക്കേ. മാനേജറാ. വിളിക്കാം വാ. ലതയുടെ ഉള്ള ആഭരണങ്ങൾ മുഴുവൻ പണയത്തില. ആ തിയേറ്ററിലെ ജോലി പോയത് മുതൽ ഇതുവരെ കഴിഞ്ഞു പോയതെല്ലാം അതുമല്ല. അവൻ ആ സ്കൂളിലെ ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിന് ഡെപ്പോസിറ്റുള്ള പൈസ കണ്ടിരിക്കുന്നത് അവൻ ലതയുടെ വീതത്തിലാണ്. ആ കാര്യം ലതയ്ക്ക് അറിയുകയും ചെയ്യാം. അതുമല്ല, ഈ വിവരം നിന്നോട് പറയാൻ അവന് നല്ല മടിയുണ്ട്. അതുകൊണ്ട് നീ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അവൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. ഈ രണ്ടാമത്തെ കക്ഷിയില്ലേ, രണ്ടാം ഭാര്യ, അവരുടെ അടുത്ത് സോളിഡ് പ്രൂഫ് ഉള്ളത് കൊണ്ടും നിങ്ങളുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടും അവരൊരു നല്ല വക്കീലിനെ വെച്ചാൽ മാത്രം മതി. അടപടല അവർ അടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അയ്യോ, അച്ഛൻ ഈ ബന്ധത്തിൽ 4 മക്കളുണ്ട്. അത് മനസ്സിലായി. ഇവിടെ 4 അവിടെ 1. അതാ ഞാൻ പറഞ്ഞത്. അവരൊന്ന് മനസ്സ് വെച്ചാല് അവര് മാത്രമാണ് ലീഗൽ ഭാര്യയെന്നും നിങ്ങളൊക്കെ സെക്കൻഡറി ആണെന്ന് തെളിയിക്കാൻ അവർക്ക് പറ്റും. അല്ല, അപ്പൊ ഈ 10 വർഷത്തിന് മേലെ ഒരുമിച്ച് ജീവിച്ചതും DNA ടെസ്റ്റും അതിലൊന്നും കാര്യമില്ലേ? 10 വർഷം ഒന്നിച്ച് ജീവിച്ചെങ്കിൽ അച്ഛന് കൊള്ള രേഖയൊന്നുമില്ലല്ലോ, തെളിവാണ് വേണ്ടത് ഇവിടെ. എടോ, ഒറ്റ കാര്യം കേസിൽ ചെയ്യാൻ പറ്റുള്ളൂ. അച്ഛനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് കുപ്പിയിലാക്കി പുള്ളി മരിച്ചു പോണതിനും ഉള്ളത് സ്വന്തം പേരിൽ എഴുതി മേടിക്കാൻ നോക്കും. അല്ലെ കണ്ണി കണ്ടുവരുകൊണ്ട് തിന്നു ഇതൊക്കെ. അത് ബുദ്ധിമുട്ടായിരിക്കും. ആ, അത് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ഇപ്പോൾ വേറൊരു പരിപാടിയുണ്ട്. ഈ പട്ടി വൈക്കോലി കയറി കിടക്കുന്നത് കേട്ടിട്ടില്ലേ? തിന്നയില്ല തീറ്റിക്കയില്ല. ആ ഒരു പരിപാടി നമുക്ക് പിടിക്കാം. പക്ഷെ അതിലൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഈ സ്വത്ത് വന്ന് ചേരുമ്പോഴേക്കും കുറേ കാലതാമസം പിടിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കാലശേഷമൊക്കെ ആയി പോകും. കുഴപ്പമുണ്ടോ? അയ്യോ, ഞങ്ങളുടെ കാലശേഷം പിന്നെ സുപ്രീം കോടതി വരെ പോകും. ഇത് ആർക്കും കിട്ടാത്തൊരു പരിപാടിയാണേ. ഞങ്ങൾ എന്നാ പിന്നെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോയിട്ട് വരാം. മതി ആലോചിച്ചിട്ട് മതി. അച്ഛനെന്ന് ആലോചിച്ചെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ല. ആലോചിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ മറ്റേ പാർട്ടിൻ്റെ അടുത്ത് വരണമെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിൽക്കും. എന്താണെന്ന് വെച്ചാൽ അവരിൽ പേപ്പർ ഉണ്ടല്ലോ, ജയിക്കാൻ സൗകര്യം അതാണ് എനിക്ക്. പിന്നെ നിങ്ങളുടെ ഈ മൂവ്മെൻ്റ് അവരറിയാൻ നിൽക്കണ്ട. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ പാറേപ്പറമ്പിലെ തോമാച്ചാൻ്റെ അവൻ ജിബി ഇല്ലേ? ജിബി. ഈ ജിബി ഇവൻ്റെ സ്വത്തിൻ്റെ മുന്തിയ പങ്ക് അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പ്ലേ നടത്തി. ഇത് കുറേ കഴിഞ്ഞപ്പോൾ അവൻ്റെ പെങ്ങളും ചേട്ടനും പറഞ്ഞു. ഇവനറിയാതെ അവരൊരു മറുവിളയെ വെച്ച്. ഇപ്പം എന്ത് പറ്റി? ജിബി മുഴുവൻ അവർക്ക് കിട്ടി. കുടുംബവും കലങ്ങി. നാട്ടുകാരറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ നിങ്ങളും മനസ്സിൽ വെച്ചാൽ മതി ചേട്ടാ. പുറത്ത് ആരോടും പറയല്ലേ. നിങ്ങളായോണ്ട് ഞാൻ ശ്രദ്ധപ്പെടുത്തിയെന്ന് മാത്രം. ഇതൊക്കെ അനുഭവമുള്ളതുകൊണ്ട് പറയണേ. ഇതുപോലെ അച്ഛന്മാർ പലയിടത്തും ചെന്ന് കയറിയതിൻ്റെ ഫയലുകളാണ് ഈ പുറകിലിരിക്കണ. ഇതിൽ കോടതിയിലൊന്നും പോകേണ്ട കാര്യമില്ല. അയാളൊരു പട്ടിയും വൈക്കോലും. എൻ്റെ അച്ഛനെ സോപ്പിട്ട് മേടിക്കാൻ പറയാൻ അയാൾ വേണം. വേറൊരു കാര്യമുണ്ട് ശശിയേട്ടാ. അയാൾ പറഞ്ഞ പോലെ വീട്ടിൽ വെച്ച് ഇനി ഡിസ്കഷൻ വേണ്ട. വെറുതെ നമ്മളായിട്ട് എന്തിനാ ഓരോ ഐഡിയ ഇട്ട് കൊടുക്കണേ. എന്നാലും ആ ജിബിയുടെ വീട്ടിൽ ഇങ്ങനെയാണെന്ന് ആരെങ്കിലും കണ്ടാ പറയോ അല്ലേ? അതിപ്പോ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണെന്ന് കണ്ടാ പറയോ? അല്ല, അതുമില്ല. മധുവേട്ടാ, എടാ ഞാൻ എത്ര പ്രാവശ്യം വിളിക്കണു, നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? മധുവേട്ടാ, ഞാനേ ഇവിടെ കുറച്ച് ഓട്ടത്തിലായിരുന്നു. കോൾ വരുന്ന ഞാൻ കാണുന്നുണ്ടായിരുന്നു. എന്നൊന്ന് തിരിച്ചു വിളിക്കണ്ടേ? ഒരു ആവശ്യത്തിനല്ലേ വിളിക്കണത്? മധുവേട്ടാ, പറ എന്താ കാര്യം? എടാ, നീ ഓരോ സ്ഥാനത്തിരുന്നിട്ട് എല്ലാവരെയും വീട്ടിൽ പൂജ നടത്തി, നിന്റെ വീട്ടിൽ മാത്രം പൂജ നടത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങൾ പറയേണ്ടത്? മധുവേട്ടാ, അച്ഛന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ടേ ഒരു സ്ട്രോക്ക് വന്നു വെച്ച് പുള്ളി ഇപ്പൊ ആശുപത്രിയിൽ നിന്ന് എത്ര ആളായി? എടാ, വെളിച്ചപ്പാട് വന്ന് അവിടെ ഒന്ന് തുള്ളിയിട്ട് പോയാ നിനക്കിപ്പോ എന്താ എത്ര പ്രശ്നം? എന്റെ ഒരു സിറ്റുവേഷൻ മധുവേട്ടാ, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഇതിൽ നിന്നൊന്ന് ഊരിത്താ. ദേ, നീ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നീതി നൂരിയാ. എല്ലാവരും കൂടെ ഇടപെട്ടാ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. മധുവേട്ടാ, ഞാനേ കുറച്ച് തിരക്കിലാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. എന്നാ പിന്നെ വിളിക്കാം. എടാ, വെളിച്ചപ്പാട് കൂടെ കിടക്കണേ. എങ്ങനെയുണ്ട്? ഒഴിവാക്കിയില്ലേ? അതാ അച്ഛാ. ഇതെന്ത് ഗുളിക? അച്ഛൻ്റെ ഗുളിക. അച്ഛാ, ദൈവം അച്ഛൻ റെഫർ കളിക്കാൻ നിൽക്കരുത്. ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇവിടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിക്കണം. എടാ, എന്ത് കാര്യമാണെങ്കിലും എനിക്ക് 2 കൂട്ടരുടെയും ഭാഗത്തു നിന്ന് ചിന്തിക്കാനേ നിവൃത്തിയുള്ളൂ. അച്ഛൻ ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് ഇവിടെയുള്ളവരും കൂടെ അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എടാ, അവർക്ക് നമ്മളല്ലാതെ വേറെ ആരുമില്ലടാ. നമ്മളും ഇല്ല. അത് പറയാൻ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരുന്നാൽ ചിലപ്പോൾ മണ്ടത്തരാകും. അതുകൊണ്ട് ഇന്ന ആൾക്ക് ഇത്രയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കുടുംബത്തിലുള്ളവർക്ക് മാത്രമായിട്ട് അച്ഛൻ എല്ലാം വീതിച്ചു തരണം, ഒട്ടും വൈകാതെ. അവരവിടെ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അവർക്ക് വേറെ ഒന്നും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അച്ഛന് തോന്നുന്ന പോലെ ഒരു സഹതാപോ ഇന്നലെ കണ്ടവരോട് ഇവിടെയുള്ളവർക്ക് തോന്നില്ല. അച്ഛൻ അതൊന്നും മനസ്സിലാക്ക്. ആർഭാടത്തിന് വേണ്ടി അല്ലല്ലോ ജീവിക്കുന്നത്.
ഓരോരുത്തർക്ക് അവരവരുടേതായ ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ വഴിമുട്ടിരിക്കുന്നത് ഗോപനാണ്. ശാന്തിക്കുള്ളതും കൊടുക്കണ്ടേ? പിന്നെ ഇപ്പോൾ ഒന്നും അറിയുന്നില്ലെങ്കിലും അരുണാവിന്റെ ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോൾ ചോദ്യമായിട്ട് വന്നാൽ ഞാനെന്ത് പറയും? നേർവഴിക്കുള്ള പോലെ കാര്യമായിരുന്നെങ്കിൽ ആരും ഒന്നും പറയില്ലായിരുന്നു. ഈ കേസ് അങ്ങനെയൊന്നും അല്ലല്ലോ. എടാ, നേർവഴിക്കല്ലാത്ത കാര്യം ചെയ്തത് ഞാൻ മാത്രമാണ്, അവരല്ല. അവർക്കായിട്ട് ഒന്നുമില്ലടാ, പാവം പിടിച്ചതാ ആ രണ്ടും. മാസം ഞാൻ അയച്ചു കൊടുക്കുന്നൊരു തുക കൊണ്ടാ അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അജയന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോ അതല്ലല്ലോ അവിടുത്തെ അവസ്ഥ. ആ, ജോലിയാകുന്നവരെയും ഒരു മുടക്കം കൂടാതെ ആ തുക ഞാൻ അയച്ചു കൊടുക്കാം. 6 റുപ്യ ഞാൻ തരാം. എടാ, അത് പക്ഷെ ഒരു പരിഹാരം ആവുന്നില്ലല്ലോ. എന്താവാതിരിക്കും? അവൻ സമയമെടുത്ത് ശ്രമിച്ചോട്ടെ. നല്ലൊരു ജോലി കിട്ടുന്നവരെ ആ തുക ഞാൻ അയച്ചു കൊടുത്തേക്കാം. ഇനി നല്ലൊരു ജോലി തരപ്പെടുത്തി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതും നോക്കാം. അപ്പൊ അവർക്ക് അവിടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും. ഇവിടെയുള്ളവർക്ക് മുഷിപ്പ് തോന്നുകയില്ല. എടാ, പക്ഷേ അത് മതി മതി അത് മതി അത് മതി. ആ മോനെ, നല്ലപോലെയൊക്കെ പഠിക്കണം കേട്ടോ. ബുക്ക് എന്തായാലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ആ, ഇതാ ഓഫാക്കിയത്. അത് നീ ഓൺ ചെയ്യാൻ മറന്നായിരിക്കും. എന്നാ ഈ കാശ് ഇവിടെ വെച്ചോ. ഇതേതാ കാശ്? ഇതാ രുക്മിണിയമ്മ തന്നാ, നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്തിനു? അവരോട് നിൽക്കണല്ലേ, നമുക്ക് എന്റെ ചെലവുണ്ടാവുമല്ലോ. നാണമില്ല നിനക്ക് കാശ് മേടിക്കാനായിട്ട്? ഇവിടെ രണ്ടുപേർക്ക് ഉള്ളു നിന്ന് വെച്ച് നമുക്ക് എന്ത് ചിലവ് കാര്യമായിട്ട് കൂടാൻ പോകുന്നു? അവരിവിടെ ഗസ്റ്റ് ആയിട്ട് വന്നൊന്നുമല്ല. അച്ഛനോരോന്ന് ഒപ്പിച്ച് വെച്ചു നേരത്തെ നീ വലിയ ബാലേട്ടം കളിക്കാൻ നിന്നാലേ ഉള്ളതെല്ലാം കൂടെ മൂടോടെ വിഴുന്നോണ്ട് പോവും. കിട്ടണത് വാങ്ങിച്ചു വെക്കാൻ നോക്കണേർക്കാം. വാടാ, കട പോയിട്ട് വരാം. ഏട്ടാ, അമ്മേനോട് പറഞ്ഞിട്ട് വരാം. വേണ്ട, നീ മറ്റേ പോയി വിളിച്ചാൽ മതി. ചേട്ടാ, ഒരു 7 കിലോ പിടിച്ചോ. ചെറുതുള്ളൂ കേട്ടോ. അത് സാറല്ല, 3 പിടിച്ചോ. ആ, എടാ അവരെങ്ങനെയുണ്ട്? ആര്? എടാ, രുക്മിണിയമ്മ മോനും. ആ, അവര് കുഴപ്പമൊന്നുമില്ല ഏട്ടാ. നിങ്ങൾ ഡിസ്റ്റൻസിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ശരിക്കും ആ, മതി മതി. നമ്മൾ അവരോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ലല്ലോ. അതില്ല. എടാ മോനെ, അച്ഛനെ കാണിച്ചതൊക്കെ നിനക്ക് സ്പോർട്സ് ആൻഡ് സ്പിരിറ്റിൽ എടുക്കാൻ പറ്റുമായിരിക്കും. ഇതിനൊക്കെ കൂടി നീയും അനുഭവിക്കേണ്ടി വരും കുറച്ച് കഴിഞ്ഞിട്ട്. കറിക്ക് മതി. പിന്നെ വേറൊരു കാര്യം, നീ ആ ചെക്കൻ്റെ അടുത്ത് കുറച്ച് തഞ്ചത്തിലൊക്കെ നിന്നാ മതി. അവനൊന്നും മനസ്സ് വെച്ചാ നമ്മുടെയൊക്കെ ഡപ്പി തെറിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ പാവങ്ങളാണ് ഏട്ടാ. എനിക്കങ്ങനെ ഉണ്ടോ തോന്നി? എന്ന് വെച്ച് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി കൊട്ടണ്ട. മാങ്ങ തൊലി മറ്റുള്ളവർക്ക് വഴി ഉണ്ടാക്കി ഇപ്പൊ നമ്മൾ പെരുവെള്ളായിരിക്കും. ശശി ഏട്ടാ, നമ്മളാ അവരെന്താ വിളിക്കണ്ടേ? ആര്? ആ ശ്രീകണ്ഠപുരത്തമ്മേ. ശ്രീകണ്ഠപുരത്തമ്മ? നീ ഇങ്ങനെ ഓരോന്നും വിളിച്ച് പ്രതീക്ഷിക്കാൻ നിൽക്കല്ലേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേർക്ക് നേരെ കാണുമ്പോൾ പറഞ്ഞാൽ മതി. നമ്മുടെ അമ്മയൊന്ന് സൈലന്റ് ആയതേ ഉള്ളൂ. ടെമ്പററി ഇരിക്കുക. വല്ല അമ്മ കൊണ്ടെടുത്ത് തലയിലിടും. ചേട്ടാ, ആ, എന്താ ഈ ചിക്കനൊക്കെ ആണല്ലോ? വീട്ടിലെ സിറ്റുവേഷൻ ഒക്കെ മാറി എല്ലാരും ഉഷാറായ? ചിക്കൻ മേടിക്കുന്നതിലൊക്കെ എന്ത് ഉഷാറാണ്. അല്ല, അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? അച്ഛന് ഭേദമുണ്ട്. ആ, ഞാൻ ഒരു ദിവസം കൊണ്ട് ഇറങ്ങണമെന്ന് വെച്ചിരിക്കായിരുന്നു. ഇറങ്ങണം. ഇറങ്ങാറുമ്പോ ഞാൻ അറിയിക്കാം. ഓടിച്ചാടി കിടന്ന മനുഷ്യനല്ലേ. ആള് സൈഡായതുകൊണ്ട് ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളാ ഡോക്ടർ ഒന്ന് മാറ്റി പിടിക്കുന്നത്. എടാ, ഞാനൊന്ന് പറഞ്ഞില്ലടാ, ആ ആശുപത്രിയുടെ പേരെന്തായിരുന്നു? ഏത്? പ്രാർത്ഥന മെഡിസിറ്റിയാ? ആ, പ്രാർത്ഥന മെഡിസിറ്റി. ഓർമ്മയുണ്ടല്ലേ? അതൊന്ന് നോക്ക് നിങ്ങള്. അതല്ലേ നല്ലത്. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. വിളിക്കണേ. ആ, ശരി. മധുട്ടാ, നിങ്ങളെ ശശിയേട്ടൊന്ന് വിളിച്ചേ. അയാളെ ചിക്കനൊക്കെ മേടിച്ച് വീട്ടിൽ പോയിട്ടുണ്ട്. ചിക്കൻ മേടിച്ചിന് എന്താണ്? എന്താന്നാ അയാളെ പറഞ്ഞ അയാളുടെ വീട്ടിലത്തെ അവസ്ഥയാണ് പ്രശ്നമാണെന്നൊക്കെ എനിക്ക് ഉറപ്പാണ്. മധുട്ടാ, അയാളുടെ കുടുംബം ചേർന്ന് എന്തോ ഉടായിപ്പൊപ്പിക്കുന്നുണ്ട്. എന്റെ പൊന്നു സുഭാഷേ, നിന്റെ ഈ തോറ്റുകുത്ത് സ്വഭാവം കൊണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കട്ടാ. മതേട്ടാ, അങ്ങനെയല്ല. പിന്നെ ഇതിലെന്തോ പന്തിയുടെ എനിക്ക് തോന്നുന്നുണ്ട്. എന്ത് പന്തികേട്? പൂജലെന്നല്ല, ഒരു കാര്യത്തിൽ ആൾ കിട്ടാനില്ല. എല്ലാത്തിനും മുങ്ങിയിട്ടുണ്ട്. ആണോ? ഇവൻ പറഞ്ഞ പോലെ ആളെ വീട്ടിലെന്തെങ്കിലും നടത്തണോ എനിക്ക് അറിയില്ല. നടത്തുന്നുണ്ട്. അത് കൈയോടെ പൊക്കിയിട്ട് നിങ്ങളത് പറയാന്ന് വെച്ചിരിക്കായിരുന്നു. അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്നെ തൊഴുത്തി കുത്തിയാക്കുമല്ലോ. ആ, ചിലപ്പാക്കും. ആ, ഇല്ല, ഇനി പ്രശ്നമില്ല. നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കാമെങ്കിൽ നമ്മൾ ഇപ്പൊ പൊളിച്ചു. നിങ്ങൾ വിളിക്കുക ചേട്ടനെ. അല്ലെങ്കിൽ വേണ്ട, പ്രസാദേ, നീ വിളിക്കും. നീ വിളിച്ചിട്ട് പറ ആ പൂജയുടെ ഡേറ്റും ടൈമും കറക്റ്റ് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയാൻ പറ. ഒന്ന് വിളിച്ചാ. ഹലോ. ആ, ശശിയേട്ടാ. ആ, പ്രസാദ് പറ. ആ, ഒന്നുമില്ല. എന്ന് എത്ര മണിക്കാണ് അവിടെ വന്ന് പൂജ നടത്തേണ്ടതെന്ന് ചോദിക്കാൻ വിളിച്ചതാ.
ഇനി അവിടെ കൂടെ നടത്താൻ ബാക്കിയുള്ളൂ അത് ഞാൻ ലിസ്റ്റ് കയറ്റാം. പ്രസാദ്, ഞാൻ മധുവേട്ടനോട് പറഞ്ഞിരുന്നു തൽക്കാലം എന്റെ കാര്യം നോക്കേണ്ടത്. ലിസ്റ്റ് കയറ്റിക്കോ, കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. അവിടെ നടത്തിയില്ലെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ അത് നിങ്ങളായിട്ട് തുടങ്ങി വെച്ചതാ, അതുകൊണ്ട് എന്താ അവിടെ നടത്താത്തത് ഞങ്ങൾക്ക് അറിയണം. ഞാൻ അങ്ങോട്ട് വരാം, അവിടെ വന്ന് സംസാരിക്കാം. വാ പെട്ടെന്ന് വാ. ആഹാ ആ മാങ്ങത്തോലി. മധുവേട്ട, ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞു എന്റെ വീട്ടിലെ സാഹചര്യം നല്ലല്ല, അവിടെ പൂജ നടത്താൻ പറ്റില്ല എന്ന്. സാഹചര്യം കുഴപ്പമുള്ള വീട്ടിലല്ലേ പൂജ നടത്തേണ്ടത്? ഇവൻ ഓരോന്നും പറയുന്ന കേട്ടാണ് നിങ്ങൾ എന്റെ നേരെ കുതിര കയറുന്നതെന്ന് എനിക്കറിയാം. ഇവനിതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെ തോന്നുമായിരുന്നു. ഒരു സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് അവസാനം നിങ്ങൾ കൂട്ടാതെ അത് മര്യാദ തോന്നുന്നുണ്ടോ? എടാ നിന്നോ, ഇയാളുടെ അച്ഛൻ ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിയതിനു ശേഷം ഒരു മനുഷ്യനെ വീട്ടിലോട്ട് അടുപ്പിച്ചിട്ടില്ല. അതെന്താന്ന് നോക്കി. എടാ എന്റെ വീട്ടിൽ അങ്ങനെ പലതും നടക്കുന്നുണ്ടായിരിക്കും. അത് നിന്നോടോ ഇവിടെയുള്ള ആൾക്കാരോട് പറയേണ്ട കാര്യം എനിക്കില്ല, മനസ്സിലായോ? എടാ നീ വെറുതെ അവന്റെ മെക്കിട്ട് കയറാതെ ഞങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് നീ കാശുണ്ടാക്കാനല്ലേ ഇതൊക്കെ തുടങ്ങി വെച്ചത്. പൈസ മാത്രമല്ല, ഈ പൂജ നിങ്ങളുടെ ഐഡിയ ആണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഓരോരുത്തർ വീട്ടിൽ ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ തന്നെ പൊങ്ങുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഇതുപോലെ റിവേഴ്സ് ചെയ്യുന്ന സാധനം വല്ലതാണോ? എന്തോന്ന് റിവേഴ്സ്? പിന്നെ നീ മാത്രം ഇതിന് മാറിക്കണത്. അങ്ങനെ സെക്രട്ടറിക്ക് അടുപ്പിലാവുന്ന ഏർപ്പാട് ഇവിടെ നടക്കില്ല. എന്തായാലും കാണിക്കണത് നാശം പിടിക്കാനായിട്ട് ഞാൻ എന്റെ സ്ഥാനം ഒഴിഞ്ഞേക്കാം. എന്നെ വഴിക്ക് വിട്ടേ. കണ്ട അപ്പോഴവൻ അവന്റെ വീട്ടിലോടത്തിന് കരുതില്ല. നീ എന്താ തേങ്ങയുടെ അവിടെ പുഴുങ്ങി വെച്ചേക്കണേ? അതോട്ടാ, ഇനി ഞാൻ ഇവിടെ ശരിയാവില്ല. ഈ കമ്മിറ്റി ആയിട്ടുള്ള ഒരിടപാടും ഇനി എനിക്കില്ല. ഇനി ഈ കാര്യം പറഞ്ഞ് എന്റെ പടി ആരെങ്കിലും ചവിട്ടി, ആ ചവിട്ടി അവന്റെ മുട്ടാലെ തല്ലി കൊടുക്കും. ഓ കാണാം. എന്താണ് ഞാൻ എന്റെ വീട്ടിലേക്കില്ല. എടാ എന്നെ ഒന്ന് പുറത്തോട്ട് ഇറക്കാവോ? ഇതിനകത്തിരുന്ന് മോരടിച്ചു. നിങ്ങൾ പുറത്തിറങ്ങി കാണിച്ചു കൂട്ടിയാനൊക്കെ ഞങ്ങൾ ഇവിടെ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ഇനിയുള്ള കാലം നിങ്ങൾക്കൊന്നും അറിയണ്ട. ഇതിന്റെ അത് ചില്ലായിട്ടങ്ങ് ഇരുന്നാൽ മതിയല്ലോ. ഭാരം മുഴുവൻ ഞങ്ങളുടെ തലയിലും. ആൾക്കാരൊക്കെ ഞങ്ങൾ നോക്കി ചിരിക്കുമ്പോൾ പേടിയാവുക. വെറുതെ ഇരിക്കുന്നതാണോ അതുപോലെ അറിഞ്ഞിട്ട് ഇരിക്കുന്നതാണോ ഓർത്തു. പിന്നെ ഓരോരുത്തന്മാരുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഇതൊക്കെ കൂടെ വൈകാതെ പൊട്ടിത്തെറിക്കുന്നുള്ള ഉറപ്പാ. അധികം താങ്ങാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ട് ചോദിക്കുക, ഇനി നിങ്ങളുടെ കയ്യിൽ പൊട്ടിക്കാൻ ബോംബ് പോലും ബാക്കിയുണ്ടോ? ഇത് അവിടുത്തെ സ്റ്റൈലാണോ? അല്ലല്ലല്ല, എൻ്റെ അച്ഛനെ കോൺട്രാക്ട് പണിയായിരുന്നല്ലോ. അപ്പം അങ്ങനെ കുറേ സ്ഥലത്ത് നിന്നിട്ടുണ്ട്. ആ ഓട്ടത്തിൽ ഞാൻ പഠിച്ചെടുത്ത. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ഒന്ന് പൊടിയട്ടിയെടുത്ത് പിന്നെ സ്ഥിരാക്കി. മൂപ്പരീൻ്റെ ആളാ. ഏതിൻ്റെ ആള്? ഈ സ്റ്റൈല് ചിക്കൻ കറീൻ്റെ. ഏത് മൂപ്പരുടെ കാര്യ പറയണേ? ഭരത മൂപ്പര്, എൻ്റെ അച്ഛൻ. ഭരതമൂപ്പർക്ക് ചിക്കൻ കറി വലിയ ഇഷ്ടല്ലേ? പിന്നെ കഴിഞ്ഞ 19 വർഷമായിട്ട് കഴിക്കുന്ന കാര്യത്തിൽ വരെ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരുന്നു ഇല്ലേ? അത് പിന്നെ സരസ്വതി, ഞാൻ പണ്ട് ഇവിടെ എങ്ങനെയായിരുന്നു അതേപോലെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തേ ഉള്ളൂ. അയ്യോടാ, എന്തോ വലിയ ത്യാഗം ചെയ്ത പോലാണല്ലോ സംസാരിക്കുന്നേ. അന്വേഷിച്ചു പോയാൽ ഇനി എന്തൊക്കെ കിട്ടും? ഇന്നാ കഴിച്ചോ? ഇതിന് പൂച്ചയ്ക്ക് പെട്ടിക്കൊന്നും ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ട. ഇതിലാരും ഒന്നും കലർത്തിയിട്ടുമില്ല. എല്ലാരെയും പറ്റിച്ചു നടന്ന നിങ്ങളും. എന്നിട്ട് നിങ്ങൾക്ക് സംശയം ഞങ്ങളെ. നിങ്ങളുടെ മനസ്സിലുള്ള വിഷമൊന്നും ഇവിടെ ആർക്കും ഇല്ലടോ. നിങ്ങളോട് ഞാൻ പറഞ്ഞാലേ ഇവരെ കൂട്ടി വരല്ലേ? നീ മാത്രം മാറി അങ്ങനെ ശരിയാവും. ഇവിടെ പൂജ നടത്തി ഈ വീട്ടിൽ നല്ലത് വരുത്തിയിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് നല്ലത് വേണ്ട. അയ്യേ, നല്ലത് വേണ്ടെന്ന്. അതെ, നിങ്ങൾ കമ്മിറ്റിയിൽ തുടരൊന്നും വേണ്ട. പക്ഷെ നിങ്ങളായിട്ട് തുടങ്ങി വെച്ചത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അവസാനിക്കണം. അല്ല ഞങ്ങൾ സമ്മതിക്കില്ല. എന്തായാലും ഇവിടെ ഇന്ന് നടത്താൻ പറ്റില്ല. എന്താ നിങ്ങൾ ചോദിച്ചേ? ഇന്നിവിടെ ചിക്കൻ കറിയാ. ചിക്കൻ കറി ഒന്നും തൽക്കാലം അമ്മയ്ക്ക് വിഷയമില്ല മക്കളെ. ചിക്കൻ കറി അമ്മയ്ക്ക് കുഴപ്പമില്ലാന്ന്. അവരെ പിടിച്ച് മാറ്റിട്ട് വെളിച്ചപ്പാടിനെ കേട്ട് അങ്ങനെ കയറി വിളിച്ചപ്പാടാ. ഒരു പൂജ നടത്തിയിട്ട് പോട്ടെ. അമ്മ പോയി. ആൾക്കാർ പുറത്തുനിന്ന് ശ്രദ്ധിക്കുന്നു. നമ്മളിത് നടത്തിയിട്ടേ പോകുള്ളൂ. മാറി കൊടുക്ക്. തലവേദന അങ്ങനെയെങ്കിലും വെളിച്ചപ്പാട് മാത്രം മതി, വേറെ ആരും കയറണ്ട. പോരെ
പായൊരിച്ചേ പറ വെക്ക് ഓടിക്കോ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ശരിയാവും. അമ്മ കൂടിയുണ്ട് കേട്ടാ. അമ്മയ്ക്ക് കൺഫ്യൂഷൻ ആയെന്ന് തോന്നുന്നു. അമ്മേ അമ്മേ പരീക്ഷിക്കല്ല അമ്മേ. അമ്മയ്ക്ക് നെല്ലും പറയൊന്നും വേണ്ടേ, വെച്ചിട്ട് പോയി. ഇനി പോയിക്കൂടെ? ഇതിനാണ് നീ ഇത്ര വെള്ളം പിടിച്ചത്? ഇപ്പൊ കഴിഞ്ഞില്ലേ? എന്നാ ചെല്ലുന്നു. ആ നീ എവിടേക്ക്? സ്റ്റേഷനിലേക്ക്. അവിടെ എന്താ? കംപ്ലൈന്റ് കൊടുക്കാൻ. ഇങ്ങനെ ഇടിച്ചു കയറി വന്നിട്ടാണോ ഇതൊക്കെ നടത്തേണ്ടത്? ശശിയേട്ടാ വീട്ടിൽ കയറി വന്ന അലമാര കുത്തി തുറന്നോ ഭീഷണിപ്പെടുത്തിയെന്നോ പറഞ്ഞാൽ ഓക്കെ. ഇത് സമാധാനം കിട്ടാനുള്ള പൂജ നടത്തിയെന്ന് പറഞ്ഞാൽ എങ്ങനെ കേസ് കൊടുക്കും? നീ കമ്മിറ്റിക്കാരോടുള്ള പ്രശ്നം നിന്റെ വഴിക്ക് തീർത്തോ? ഇവിടുത്തെ കാര്യം പുറത്തറിയോ എന്നോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എടാ, അവരെ കണ്ടുപോയത് വെളിച്ചപ്പാടല്ലേ? അതായത് ഇവിടുത്തെ ഭഗവതിക്കാണോ ഇവിടുത്തെ കാര്യം അറിയാത്തത്? അതല്ല പിന്നെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ സുധീർ ശരിക്കും ഭഗവതി മേത്ത് കയറിയിട്ട് തന്നെയാണോ തുള്ളണേ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ദേഹത്ത് കയറി കാണും. ഞാനും നിങ്ങളെ പോലെ തുളുന്നല്ലേ കാണുന്നുള്ളൂ. കുഴപ്പാവോന്ന് ചോദിച്ചാ തുള്ളിയത് ഭഗവതിയാണോ സുധീറാണോ എന്നറിയാതെ നമ്മളിപ്പോ എന്താ പറയാ? തുള്ളിയത് ഞാൻ തന്നെയാ. അപ്പൊ തന്റെ ദേഹത്ത് ഭഗവതി കയറാറില്ലേ? കേറാറൊക്കെ ഉണ്ടെന്ന് എപ്പോഴെങ്കിലും കയറുകയൊക്കെ ചെയ്യും. ഇതിനൊരു നേരവും കാലവും സമയമൊക്കെ ഇല്ലേ? ഇതൊരു ആവാഹനാണ്. അല്ലാതെ നിങ്ങളിട്ട് വിളിക്കുമ്പോൾ ഒന്ന് തുള്ളിക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവതി വന്ന് എൻ്റെ ഒക്കത്ത് കയറിയിരിക്കൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ചില്ലറ കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ താളത്തിന് ഈ തുള്ളാൻ നിൽക്കുന്നത്. അതൊക്കെ ഇവിടെ താൻ എവിടെ പ്രത്യേകിച്ച് വല്ലതും കണ്ടോ? കണ്ടു. എന്ത് കണ്ടു? ഒരേപോലത്തെ രണ്ട് പേര്, ഒന്ന് മുകളിലത്തെ മുറിയിലും ഒന്ന് താഴെ മുറ്റത്തും. അതോട്ടാ ഇപ്പൊ എങ്ങോട്ട് ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ ഭരതൻ നായർക്ക് ഒരു ജാരസന്നതി ഉണ്ട്. അവിടെ വെച്ച് പറയായിരുന്നേ. അതെ, സത്യം പറഞ്ഞാൽ ഒരേപോലത്തെ രണ്ടുപേരെ അവിടെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു പോയി. പിന്നെ നമ്മുടെ ഈ ഉടായ്പെങ്ങാനും ഭഗവതിയെ മനസ്സിലാക്കിയിട്ട് ഒരു ട്വിസ്റ്റ് ഇട്ടതാണോ എന്നും വിചാരിച്ചു. പിന്നെ എങ്ങനെയൊക്കെ അവിടെ കഴിച്ചോട്ടിന്ന് പോകുന്നു. അത് സാറില്ല. ഞാനോ? അല്ല, എല്ലാരും നമുക്ക് ഇപ്പൊ തന്നെ പോയി അവനെ കൈയോടെ വെക്കാം. അല്ല സുഭാഷ, ഞാൻ ഈ വേഷം കെട്ടോണ്ട് ഒരു കുടുംബ കലക്കാൻ വരാന്ന് അമ്മ അറിഞ്ഞ അമ്മയുടെ ഒരു കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം. വന്നേ പുറത്തു പോയി കളിച്ചേ.
പോട്ടെ? എവിടെയെങ്കിലും പൊക്കോ. ഇന്ന് നിന്റെ മിഷൻ കണ്ട് അമ്മനീറ്റ് അറിയാലോ. പൊക്കോ പൊക്കോ. വാടാ, വാ, വാ, വാ. മുഴുവൻ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. വേഗം പോടാ. എവിടെ പോവാ? പറമ്പിൽ കളിക്കാൻ പോവാ. ആഹാ. മുത്തശ്ശനെ കൂടെ കൊണ്ടുപോവോ? ക്ഷീണിച്ചോ? അല്ല, ഇവരിങ്ങോട്ട് വന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല, എല്ലാരും ഉറങ്ങാൻ കിടന്നിരിക്കല്ലേ. സിപ്പ വേണോ? വേണ്ട. ഈ സിപ്പപ്പൊടി ഇത്തിരി കൂടുന്നുണ്ട്. കൂടുതലൊന്നും ഇല്ല മുത്തച്ഛ, ദിവസം ഒരെണ്ണം കുടിക്കും. നിങ്ങളുടെ അമ്മ ഇതിനൊന്നും സമ്മതിക്കാൻ വഴിയില്ലല്ലോ. അമ്മോട് വെച്ച സമ്മതിക്കൊന്നുമില്ല. അതുകൊണ്ടേ ഞങ്ങളിത് അമ്മ അറിയാതെ ഇടയ്ക്ക് ഇവരുമായിട്ട് മേടിപ്പിക്കും. ആഹാ. അതിനുള്ള പൈസയോ? അത് ഞങ്ങൾ വീട്ടിൽ നോക്കും. ഇതൊക്കെ ആരോടെങ്കിലും ചോദിച്ചാ പോരെ? ചോദിച്ചു തന്നില്ലെങ്കിലോ? പിന്നെ 10 രൂപയല്ലേ, അതാരും അറിയാനൊന്നും പോകുന്നില്ല. കോൺഫിഡൻസ് ഒക്കെ നല്ലതാ. ആരും അറിയാത്തോണ്ട് നല്ല രസമൊക്കെ തോന്നും. ആരും പിടിക്കത്തില്ലെന്നൊരു വിശ്വാസം ഉണ്ടാവും. പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മൾ പെടും. ഒന്ന് എണീറ്റ് ഓടാൻ പോലും പറ്റാത്ത രീതിയിൽ പെട്ടുപോകും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര പ്രയാസമാണ്. എല്ലാവരുടെയും മുമ്പിലുള്ള വിലയും പോകും. നമുക്ക് നമ്മളോട് തന്നെ പുച്ഛമായിരിക്കും. തെറ്റു മനസ്സിലാക്കിയാലും തിരുത്താൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടല്ലോ. അതുകൊണ്ട് ഇനി ആരോടും ചോദിക്കാതെ രണ്ടാളും പൈസ ഒന്നും എടുക്കെടുത്ത് കേട്ടോ. മുത്തച്ഛനെ ശ്രീകണ്ഠ ഒരുത്ത് കളൻ ഞങ്ങളെ പോലെ ഇരിക്കുന്ന പെരക്കുട്ടികളുണ്ടോ? ഇതാ, നീ പോയി കളിച്ചോ. ചെല്. വെയിലുള്ള നിക്കണ്ട.
പോവാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കാണാം. ഇല്ലാന്നുണ്ടെങ്കിൽ മുഖം മറയ്ക്കാം. നമ്മളല്ലാതെ അവർക്ക് വേറെ ആരുമില്ലടാ. പാവങ്ങളാ രണ്ടും. പിന്നെ കർത്താവ് നനഞ്ഞ് കുടത്തിൽ വെള്ളം നിറച്ചു വരും. നീ പോയി അവരെ വിളിച്ചോണ്ട് വാ. വാടാ. അതെ, ഈ ചെക്കനല്ലേ ഇതിനു മുമ്പ് അങ്ങോട്ട് പോയത്? ആ, അതങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത് വേറെയാ. വേറെ കുടം ഇടത്തെ തൊള്ളു വെച്ചിട്ട് തലഭാഗത്തേക്ക് വന്നു. അത് വേണ്ട മോനെ, മൂപ്പന്റെ മൂത്ത മോൻ നീയല്ലേ, ഓൻ തന്നെ ചെയ്താൽ മതി. ശശി മോനെ, നീ ഇപ്പോ ചടങ്ങെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളങ്ങ് വീട്ടിലേക്ക് പോട്ടെ. അവിടെ പോയാൽ എങ്ങനെ സഹായിക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടോ? പരിചയക്കാരെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ സഹായിക്കുമെന്ന് ചോദിച്ചാ അത് ചോദിക്കുമ്പോ അറിയൂ. ഞാൻ എന്തായാലും ടിക്കറ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം. അല്ല, ഇപ്പൊ പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ 41 ഇവിടെ ഉണ്ടാവില്ലേ? നമ്മൾ വന്നാ
നിങ്ങൾക്കത് പിന്നെയും ബുദ്ധിമുട്ടാവൂലേ? അപ്പൊ നാളത്തെ എടുക്കണല്ലേ? പോണം. നിന്നെ ഇവിടെ എല്ലാരും ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. ഗ്രൗണ്ടിൽ പോയി നമ്മുടെ പിള്ളേരൊക്കെ കണ്ടിരുന്നെങ്കിൽ നൈസായനെ. എല്ലാവർക്കും കിട്ടുമല്ലോ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ. എനിക്കും ഇവിടെ മൊത്തം കാണണം എന്നുണ്ടായിരുന്നു. വന്ന ദിവസം തൊട്ട് ഇതിന്റെ അകത്ത് തന്നെ ആയിരുന്നില്ലേ? നിങ്ങൾ വന്നത് വീട്ടിൽ നല്ല ടെൻഷൻ ആയിരുന്നെങ്കിലും എനിക്ക് നല്ല ഫണ്ണായിരുന്നു കേട്ടാ. ആ, അത് നമ്മൾ ഇങ്ങനെ ആയതുകൊണ്ടാ. അതായിരിക്കും. ഇത് ഞാൻ എപ്പോഴും കൊണ്ടു നടക്കണ ഐറ്റം. ഇത് നീ വെച്ചോ. അല്ല, അത് പിടിക്കടാ. സംഭവം ഈ മ്യൂസിക് പരിപാടിയൊക്കെ ഇച്ചിരി ക്രിഞ്ചാണെങ്കിലും നീ പോയാ എനിക്ക് ശരിക്കും മിസ് ചെയ്യോട്ടെ. എല്ലാം ആയിരിക്കുക, ഒന്ന് കഴിക്കാൻ നോക്ക്. ഏച്ചി, ഞാൻ അജയനാ. പുള്ളിയൊന്നുമില്ല. നിന്നെ തന്നെയാ വിളിച്ചേ. നിന്നെ മനസ്സിലാക്കാൻ ഇനി പുള്ളിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ചേച്ചി ഞാൻ കൊണ്ടുവന്നോളാം. ആ, രണ്ടും കൂടെ പോരെ അങ്ങോട്ട്. പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? അജയനെവിടെ? ഓനിപ്പോ താഴേക്ക് ഇറങ്ങി. നിങ്ങൾ 41 വന്ന കുഴപ്പമെന്നൊക്കെ ചോദിച്ചെന്നറിഞ്ഞോ? അത് പിന്നെ എടുത്ത സാഹചര്യവും ആൾക്കാരെന്തെങ്കിലുമൊക്കെ ഞങ്ങള്. ഒരു കുഴപ്പമില്ല. അന്ന് നിങ്ങൾ ഇവിടെ ഉണ്ടാവണം. അതിനു മുന്നേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനത്തിലെത്തിക്കണ്ടേ? ഇവിടെ എല്ലാവർക്കും പല പല ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവകാശപ്പെട്ടാൽ നമുക്കും കൊടുത്താലോ? നമുക്കോ? മൂപ്പന്റെ കണ്ണടയുന്ന വരെ കൂടെ ഉണ്ടാവണമെന്ന് ശശി വന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു വന്നാ. പിന്നെ ഇവിടെ എന്തെല്ലോ സംഭവിച്ചു. ഇപ്പം ഇതാ മൂപ്പരും പോയി. നാളെ ഞാനും മോനും നാട്ടിലേക്ക് പോകും. അതിനപ്പുറത്തേക്കൊരു അവകാശം എടുക്കാനോ കൊടുക്കാനോ ഒന്നിനും ഞാനല്ല. എടോ, ഇതൊരു ഔദാര്യമായിട്ട് കരുതല്ലേ? നിങ്ങൾക്ക് അവകാശപ്പെട്ട തന്നെയാ. എന്ത് അവകാശം? സർസി, നമുക്ക് ഇപ്പോൾ ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളെല്ലാരും മുൻതൂക്കം കൊടുക്കുന്നത് ഈനല്ലേ? എന്നാൽ ഞാൻ അങ്ങനെയല്ല. സത്യമായിട്ട് ഞാനിപ്പോ ഈ പറഞ്ഞു വന്നു. ഈ കള്ളാസിനെ പേടിച്ചിട്ടല്ല. ഒന്നുമില്ലാതെ അങ്ങോട്ട് പോയാ നിങ്ങൾ പെട്ടുപോകുമെന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ നിങ്ങൾ പോണ്ട. നാളത്തേക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ബുക്ക് ചെയ്യണ്ടല്ലോ അല്ലേ? ഇതെന്താ അവിടെ നിൽക്കണേ? ഇങ്ങ് പോരെ, ഇവിടെ പണിയുണ്ട്. ഇപ്പൊ വരാം. എടാ, ഇനി ഈ പരിപാടി നിങ്ങൾ നോക്കിയാൽ മതി. ഞങ്ങളെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടൊന്ന് കറങ്ങിട്ട് വരാം. ഓക്കെ, പോയിട്ടോ. ആ, ഭരതൻ നായരുടെ പഴയത് മുതൽ കൂടെ എങ്ങോട്ടാ?
തലമുറയായി ഞങ്ങളിങ്ങനെ പുറമെ പലതും പറഞ്ഞെന്നിരിക്കും, ചിരിച്ചു കളിച്ച് കഴിഞ്ഞെന്നിരിക്കും, വലുത് ചെറുത് അളവ് തിരിവ് മനസ്സിലുണ്ടടാ. പണ്ട് തൊട്ട് കാരണവന്മാര് കെട്ടിപ്പൊക്കി വെച്ചതെല്ലാം അതേപടി കാക്കും ഞങ്ങൾ ഇല്ലേ കുറച്ചില്ല. ചേനൻ ചാത്തൻ കോരൻ ചീരു തൊടിയിൽ പണിത് തൊഴുതു നിന്നു പഴയ ചവറ സമരമില്ലേ തമ്പ്രാനടാ. അതിലുള്ളൊരഭിമാനം വേറെ തന്നെയാ. തലകിട കാട്ടിയാലും തലകത്ത് താഴ്ത്തുകില്ല, നാട്ടുകാർക്ക് മുറുമുറുക പിടിതരില്ലടാ. അവസ്ഥകൾ മറച്ചിരിക്കണം, സകലരും വിലമതിക്കണം. ഇവിടുത്തെ കഥകൾ അറിഞ്ഞ് അവനും ഇവരെ കയ്യടിക്കണം. ഇടപെട്ടും പണി പലതിലും ഇടവും പലവും മരിച്ചു പിറക്കി കുറവ് മുഴുവൻ ഹരിച്ചു കുടിച്ച് കഴിക്കണം. ഇത് തുളവാക്കിടുവേ. ഒരു കൊള്ളിയായി നിന്നാൽ പടിയുടെ വെളിയിലാണ് സ്ഥാനം. ഓർത്തോ നീ ഓർത്തോ, വേണ്ട വേദാന്തം നിയമം ഇവിടെ പഴയ പടിയ. മാറ്റാൻ നോക്കേണ്ട, വളഞ്ഞത് നിർത്തിടേണ്ട. വലിയ കൊമ്പത്തേറി നാട്ടിൽ കണ്ടും കാട്ടി മുൻപേ നടന്നവർ പിന്നെ പിന്നെ പയ്യെ പമ്മി പമ്മി നീണ്ട മണ്ട താഴ്ത്തി കൂട്ടിലൊതുങ്ങിയോ. ഇക്കളി നാളെ കയ്യിൽ നിന്നും തെറിക്കുമോ, കാണാ കപ്പലിലേറി മാനം ദൂരെ ഒടുങ്ങുമോ. ഇന്നിതുവരെയും കെട്ടിപ്പൊക്കും സകലതും പാടെ ഇടിഞ്ഞു പൊളിഞ്ഞു പൊടിഞ്ഞു തകരുമേ. പമ്പന്മാരായി വലിയ കൊമ്പക്കേറി നാട്ടിൽ തട്ടി കാട്ടി മുൻപേ നടന്നവർ പിന്നെ പിന്നെ പയ്യെ പമ്മി പമ്മി നീണ്ട മണ്ട കാട്ടി കൂട്ടിലൊതുങ്ങിയോ. കഠിന കഥ ഇതിൽ നാവായ നാവിലെ ചോദ്യങ്ങൾ മാരക പാമ്പാവും പോലെ ഒളിച്ചു മറച്ചത് എങ്ങാനും നാളെ പാട്ടായി തീർന്നാൽ തീർന്നു. കാറ്റേ നീ കേക്കല്ലൊന്നും കേട്ടാലും ഉണ്ടല്ലൊന്നും, എന്തേലും കണ്ടാ തന്നെ ചുറ്റാതെ പോണേ. മച്ചിന്മേലൊച്ചപ്പാട് വെപ്രാളം അത്രപ്പാട്
കൊമ്പന്മാരായി വലിയ കൊമ്പത്തേറി നാട്ടിൽ തണ്ടും കാട്ടി മുൻപേ നടന്നവർ പിന്നെ പിന്നെ പയ്യെ പമ്മി പമ്മി നീണ്ട മണ്ട താഴ്ത്തി കൂട്ടിലൊതുങ്ങിയോ ഇക്കളി നാളെ കയ്യിൽ നിന്നും തെറിക്കുമോ കാണ കപ്പലിലേറി മാനം ദൂരെ ഒടുങ്ങുമോ ഇന്നിതുവരെയും കെട്ടിപ്പൊക്കും സകലതും പാടെ ഇടിഞ്ഞു പൊളിഞ്ഞു പൊടിഞ്ഞു തകരുമേ കൊമ്പന്മാരായി വലിയ കൊമ്പത്തേറി നാട്ടിൽ തട്ടും കാട്ടി മുൻപേ നടന്നവർ പിന്നെ പിന്നെ പയ്യെ പമ്മി പമ്മി നീണ്ട മണ്ട താഴ്ത്തി കൂട്ടിലൊതുങ്ങിയോ കുഴിച്ച കുഴിയതിലോർക്കാതെ വീഴവെ മേലോട്ട് കേറുവാൻ പിടിവള്ളിയുണ്ടോ പിഴച്ച കണക്കിലെ അക്കങ്ങളായി സ്വന്തം ബന്ധം മാറി പണ്ടത്തെ പ്രേമത്തെയോ ഉള്ളുള്ള കാണായെന്നോ കാലിപ്പൻ കെട്ടോ കാലില്ലൂരാ കൊടുക്കായി വാളും ചിലമ്പും കൊണ്ടേ തുള്ളുന്നേ നെഞ്ചത്താരോ എല്ലാമേ നന്നായി തീരും നാളെന്നോ കൊമ്പന്മാരായി വലിയ കൊമ്പത്തേറി നാട്ടിൽ തട്ടും കാട്ടി മുൻപേ നടന്നവർ പിന്നെ പിന്നെ പയ്യെ പമ്മി പമ്മി നീണ്ട മണ്ട താഴ്ത്തി കൂട്ടിലൊതുങ്ങിയോ ഇക്കളി നാളെ കയ്യിൽ നിന്നും തെറിക്കുമോ കാണ കപ്പലിലേറി മാനം ദൂരെ ഒടുങ്ങുമോ ഇന്നിതുവരെയും കെട്ടിപ്പൊക്കും സകലതും പാടെ ഇടിഞ്ഞു പൊളിഞ്ഞു പൊടിഞ്ഞു തകരുമേ കൊമ്പന്മാരായി വലിയ കൊമ്പത്തേറി